കിട്ടാനുള്ള കാലിത്തീറ്റ കൊടുക്കും. ഒരു കാലിത്തീറ്റ കൊടുത്തു. പാല് പഴയ തന്നെ, 4 ലിറ്റർ 5 ലിറ്റർ ഇന്ന് കൂടുന്നില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി ഒഴിവാക്കും, പുതിയ ഒരു കാലിത്തീറ്റയെ പരീക്ഷിക്കും. എന്തും അങ്ങനെയാണ്. ഒരു സാധനം കച്ചവടം ചെയ്തു, ലാഭം കിട്ടുന്നില്ല. ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്തു, കസ്റ്റമർ വരുന്നില്ല എങ്കിൽ അത് പൂട്ടിയിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്ത് തുടങ്ങും. നമ്മുടെ ലാഭവും നഷ്ടവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അതേസമയത്ത് നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നിസ്കാരം. ഈ നിസ്കാരം കൊണ്ട് നമുക്കൊരു ഫലം ഉണ്ടാവുന്നില്ല എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. നിസ്കാരം നമ്മൾ നിർബന്ധമായ കാര്യമാണ്. ഇത് പണ്ട് പലരും വിജയിച്ചതുമാണ്. നമ്മളായിട്ടാണ് തോൽക്കുന്നത്. നമ്മൾ വല്യാപ്പ തുടങ്ങിയ കച്ചവടമാണ്. വല്യാപ്പ അതിൽ മക്കളെ കെട്ടിച്ചതും കുടുംബം പോറ്റതും വല്യാപ്പയും വല്യമ്മയും അജ്ജന് പോയതും ഒക്കെ അങ്ങനെയാണ്. അത് പിന്നെ ബാപ്പാക്ക് കിട്ടി. ബാപ്പ എമ്പാട് സ്വത്ത് സമ്പാദിച്ചതും 5-8 മക്കളെ പെൺകുട്ടികളെ കെട്ടിച്ചതും മക്കൾ പെണ്ണെട്ടിയതും മക്കൾക്ക് വീടുണ്ടാക്കിയതും ഒക്കെ ബാപ്പ ആ കച്ചവടത്തിനല്ല. കച്ചവടം സാഹചര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. സ്ഥലം മാറിയിട്ടില്ല, സ്ഥലത്ത് പുതിയ കച്ചവടവും വന്നിട്ടില്ല. പക്ഷെ നമുക്കെന്താണാവോ ഇതുമ്പോൾ ലാഭം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എവിടെയോ നമുക്ക് സംതിങ് റോങ്, എന്തോ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയിട്ട് പുതിയ ഒരു പരീക്ഷണത്തിന് നമ്മൾ തയ്യാറാവും. അതേ സമയത്ത് നമ്മൾ നിസ്കാരം, നമ്മുടെ ദിക്ർ, ഈ ദിക്ർ കൊണ്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകണം. അപ്പോൾ ദിക്റിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ അള്ളാഹ് എന്നൊരു കിതാബുണ്ട്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി, ഇതാണ് ഇബ്നു അതാഇല്ലാഹിയുടെ അള്ളാഹ് എന്ന ഗ്രന്ഥം. ഒരു വളരെ ചെറിയൊരു റിസാലയാണ്. ബഹുമാനപ്പെട്ട ഹിക്കം എഴുതിയ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ അള്ളാഹ് എന്ന കിതാബാണ്. നിങ്ങൾക്കറിയാലോ, ഇബ്നു അതാഇല്ലാഹിനെ അറിയാത്ത ഒരു സുന്നി ഉണ്ടാവില്ല. ഇൽമിനെക്കുറിച്ച് ഒരു ചെറിയ ഇൽമിനെക്കുറിച്ചും തസൗഫിനെ കുറിച്ചൊക്കെ ചെറിയ ഒരു വിജ്ഞാനമുള്ള ഒരാൾക്ക് ഇബ്നു അതാഇല്ലാഹിനെ അറിയാം. വലിയ മഹാനാണ്. കൈറോവിലാണ് അവരുടെ ഖബറുള്ളത്. ഖദീം ഓൾഡ് കൈറോയിലാണ് അവരുടെ ഖബറുള്ളത്. ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഗൗരവമായി ചിന്തിക്കണം. അവരുടെ അള്ളാഹ് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നോക്ക്. വഫീ ദിക്രില്ലാഹി തആല 5 ഖിസാൽ. ഒരാൾ ദാക്കിറാണെങ്കിൽ അയാൾക്ക് 5 നേട്ടങ്ങൾ ഉണ്ടായിരിക്കണം. ദിക്റിലെ ഏറ്റവും വലിയ ദിക്റാണല്ലോ എന്ത്? ഖുർആൻ, എന്ത്? നിസ്കാരം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ഖുതുബ ഒരു ദിക്റാണ്, ജുമുഅ ഒരു ദിക്റാണ്. ഇതൊക്കെ നമ്മൾ ഒരു ആഴ്ച മുടങ്ങാതെ ചെയ്യുന്നതുമാണ്. ദിക്ർ ഒരാൾ കൃത്യം, പിന്നെ ഒരു ദിക്ർ ചെല്ലാത്ത ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ടാവും. ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലാത്തവർ എൻ്റെ ക്ലാസ്സിന് വരുന്നവരുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 10 ഫാത്തിഹയെങ്കിലും മുസ്തഫ നബിക്ക് ഓടാത്തവർ ഉണ്ടാവില്ല. 100 ഫാത്തിഹ ഓതുന്നവരും 300 ഫാത്തിഹ ഓതുന്നവരും 313 ഫാത്തിഹ ഓതുന്നവരും 1000 ഫാത്തിഹ ഓതുന്നവരും വരെ ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ നമുക്ക് തിരക്കേ ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പരിശോധിക്കണം, ചേഞ്ച് ചെയ്യണം, മാറ്റേണ്ടത് മാറ്റണം. വെള്ളമൊക്കെ കെട്ടി നിന്നു, പാടത്ത് വെള്ളമൊക്കെ കെട്ടി, അറ്റങ്ങളായി അതൊക്കെ കെട്ടി, പിറ്റേന്ന് നേരപ്പെടുത്ത വെള്ളം കാണൂല. അപ്പം നമ്മൾ ഒരു കുഴപ്പമില്ല. പക്ഷെ എവിടെയോ വെള്ളം താഴെ പോയിട്ടുണ്ട്, ഒന്നും കാണാനുമില്ല. ഞണ്ടിൻ്റെ മട ഉണ്ടോ? അതും ഇല്ല. പിന്നെന്തേ അങ്ങനെ വന്നു? ഇപ്പോൾ കാരണം ഉണ്ടാവും. ചിലപ്പോൾ പാടത്തെ കണ്ടത്തിൻ്റെ അടിഭാഗത്തു നിന്ന് ചെറിയ ഒരു ദ്വാരം ഉണ്ടാവും നേരത്തായ കണ്ടത്തേക്ക്. അങ്ങനെയൊക്കെ നമ്മൾ കർഷകർ കണ്ടുപിടിക്കും. ഒരു നിർവാഹമല്ല. ചിലപ്പോൾ അന്ന് വൈകുന്നേരം വരെ തപ്പിയിട്ട് തിരിച്ചു വരും. അപ്പോൾ ആപ്പാനോട് പറയും, എൻ്റെ ഈ കല്ലും കണ്ടോ? ഇല്ല. വരമ്പ് മുഴുവൻ ഞാൻ നടന്നു നോക്കി, ഒന്നും കാണാനില്ല. പക്ഷെ വെള്ളം നിൽക്കുന്നില്ല. എന്താ കാരണം? അപ്പോൾ നമ്മൾ കാരണം കണ്ടുപിടിക്കും.
ആ കാരണം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ, കാരണം ഓരോ നെല്ലിൻ്റെയും ആ മുരട് നോക്കിയിട്ട് നോക്കണം. കാരണം നെല്ല് വളർന്നു നിൽക്കുന്ന ഒരു കണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ദ്വാരത്തെ കണ്ടെത്താൻ കഴിയില്ല, ഭയങ്കര പ്രയാസമാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തും. എന്തുകൊണ്ട്? ഈ നെല്ലിനൊരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ വെള്ളം അതിൽ കെട്ടി നിൽക്കണം, വളരണം. അപ്പം നമ്മളത് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും. നമ്മളിത് കണ്ടുപിടിക്കണില്ല. എന്തുകൊണ്ട്? ഈ നെല്ല് വളരണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. ഇതൊരു കടമയാണ്. അപ്പോൾ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ കൂലിപ്പണിക്കാരൻ വളർത്തിട്ട് പോരും. ഓനെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിട്ടി, വെള്ളം കിട്ടിയോ വെള്ളം കിട്ടിയോ മുതലാളി, വളട്ട് മുതലാളി. ഈ മുതലാളി എന്ന് പറയല്ലേ ഓൻ്റെ ആവശ്യം. ഓന് നെല്ല് വളരണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ കണ്ടമാകെ നടന്നിട്ട് എവിടെയാണോ ഫാൾട്ട് അത് കണ്ടുപിടിക്കാൻ അവന് ഉദ്ദേശമില്ല. അത് പണിയാണ്. പണി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല. ഒരു പക്ഷേ അന്ന് വൈകുന്നേരവും 2-ാം ദിവസം വൈകുന്നേരവും വരെ പണിയെടുത്താലും കിട്ടാത്ത സ്ഥലത്തായിരിക്കും ഈ ദ്വാരം കണ്ടുപിടിക്കണത്. ഇതിൻ്റെ പേരിൽ മുതലാളി അവനെ ചീത്തറിയും. എന്ത് പണിയപ്പോൾ ഇന്നലെ പടുത്തു എടുത്ത് എനിക്ക് വൈകുന്നേരമായ 800 രൂപ എണ്ണി തരണല്ലോ, എന്തിപ്പോൾ പണിയെടുത്ത്? ഞാനാ നെല്ലിൻ്റെ അടിയിലുള്ള ദ്വാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ദിവസം ചിലവാക്കി മുതലാളി അംഗീകരിക്കില്ല, ചീത്ത പറയും. അതുകൊണ്ട് തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് പണിയെടുക്കാൻ അവന് നഷ്ടം. മുതലാളിക്ക് അങ്ങനെയല്ല. തൊഴിലാളിക്ക് 800 രൂപയ്ക്ക് വയ്യ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് ആ കണ്ണ് തിരിഞ്ഞു നോക്കൂല, അതിൽ വെള്ളം നോക്കൂല. മുതലാളിക്ക് അങ്ങനെയല്ല. മുതലാളിക്ക് ഇത് വളരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടോ കണ്ടുപിടിച്ചേ മതിയാവും. അപ്പോൾ ഞാൻ എന്താ നിങ്ങളോട് പറയുന്നറിയാം, നമ്മൾ നമ്മുടെ ന്യൂനത കണ്ടുപിടിക്കണം. ആ ന്യൂനത കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം ചെയ്തേ മതിയാവും. ഒരാൾക്ക് ദിക്റുണ്ടെങ്കിൽ, നിസ്കാരം ഉണ്ടെങ്കിൽ, ജുമാ ഉണ്ടെങ്കിൽ, അയാൾക്ക് ദിക്റുണ്ടെങ്കിൽ, അള്ളാഹ് എന്ന വിചാരം ഉണ്ടെങ്കിൽ അയാൾക്ക് 5 നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ തൻ്റെ അള്ളാഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ 107-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഴുതി വെച്ചാൽ കുട്ടികളെ, ഏതൊക്കെയാണ് 5 നേട്ടങ്ങൾ? ഒരാൾക്ക് ദിക്റുണ്ടെങ്കിൽ, നിസ്കാരം ഉണ്ടെങ്കിൽ, സ്വലാത്ത് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 1000 സ്വലാത്തില്ലെന്ന് ഒരു കൂട്ടത്തിലുണ്ട്. ഇവിടെ എനിക്കറിയാം 1000 സ്വലാത്തും ചെല്ലുണ്ട്. അങ്ങനത്തെ ആളുകൾ ഈ ഇരിക്കുന്ന വൃത്തത്തിലുണ്ട്. എനിക്കറിയാം, കൊല്ലങ്ങളായി അറിയാം. എൻ്റെ വിദ്യാർത്ഥിയാണ്, എന്നോട് പറഞ്ഞതാണ്, സമ്മതം വാങ്ങി 1000 സ്വലാത്ത് ദിവസം ചെല്ലുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ പലരും ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇവിടെ ഒന്നും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തിരക്ക് ഉണ്ടാവണില്ല, അങ്ങോട്ട് പൊങ്ങണില്ല. പക്ഷെ പൊങ്ങണ്ടേ? എന്താണ് പൊങ്ങൽ എന്നറിയോ? 1, ഒരാൾക്ക് ദിക്റുണ്ടെങ്കിൽ അയാൾക്ക് 5 നേട്ടങ്ങളുണ്ടാവും. 1, അള്ളാഹുവിൻ്റെ പൊരുത്തം ആ വ്യക്തിക്കുണ്ടാവും. അള്ളാഹുവിൻ്റെ പൊരുത്തം ആ വ്യക്തിക്കുണ്ടായിരിക്കും. അതവൻ അനുഭവിക്കും. അള്ളാഹിൻ്റെ പൊരുത്തമുള്ള വ്യക്തി അനുഭവിക്കും. അതാ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണേ, എനിക്ക് റബ്ബിൻ്റെ പൊരുത്തമുണ്ട് എന്നവൻ അനുഭവിക്കും. നൂറൻ ഫിൽ ഖൽബി വളിയാഅൻ ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. 4 നേട്ടങ്ങളുണ്ടാവും അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടായാൽ. എന്താ 4 നേട്ടങ്ങൾ? നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. വളിയാഅൻ ഫിൽ വജ്ഹി, മുഖത്ത് ഒരു വല്ലാത്ത ഒരു ശോഭയുണ്ടാവും, ഒരു രത്നശോഭ ഉണ്ടാവും, ഒരു വജ്രശോഭ ഉണ്ടാവും, മുഖത്തുണ്ടാവും. മർത്തൊന്നും പറയാൻ കഴിയില്ല ഒരാൾക്ക്. ഒരാൾക്ക് അള്ളാഹിൻ്റെ പൊരുത്തമുണ്ടെങ്കിൽ 4 നേട്ടങ്ങളുണ്ടാവും. നൂറൻ ഫിൽ ഖൽബി വളിയാഅൻ ഫിൽ വജ്ഹി. എഴുതിയേക്ക്. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടെങ്കിൽ 4 നേട്ടമുണ്ടാവും. 1, നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. വളിയാഅൻ ഫിൽ വജ്ഹി, മുഖത്തൊരു വല്ലാത്ത വെളിച്ചുണ്ടാവും. കറുക്കുക വെളുക്കാന്നൊന്നും അതിനില്ല. കറുപ്പായ ആളാണെങ്കിലും വെളിച്ചുണ്ടാവും, മറ്റേ വെളുപ്പാണെങ്കിലും ഇരുട്ടായിരിക്കും. വസഅതൻ ഫിൽ റിസ്ഖി, റിസ്ഖിൽ ഒരു സഅത്തുണ്ട്, കുടുങ്ങൂല. വീട്ടിൽ ഒരു മണി അരിയില്ല, വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പറയേണ്ടി വരില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പറയേണ്ടി വരില്ല. വല്ലത്തിനും പത്തായത്തിനും ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരാളോട് ഞാൻ വെച്ചിട്ടില്ല, എൻ്റെ പൊരയിൽ തിന്നിട്ടില്ല എന്ന് പറയേണ്ടി വരില്ല. വസഅതൻ ഫിൽ റിസ്ഖി. 4, വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്, വിശ്വാസികളുടെ ഹൃദയത്തിൽ അവനെപ്പറ്റി സ്നേഹം ഉണ്ടാവും.
അപ്പോൾ 4 നേട്ടങ്ങൾ. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തുണ്ടെങ്കിൽ 4 നേട്ടങ്ങളുണ്ടാവും. 1, നൂറൻ ഫിൽ ഖൽബി വളിയാഅൻ ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. 4 നേട്ടങ്ങൾ. 1 പറഞ്ഞേക്ക്. 1, ഹൃദയത്തിൽ പ്രകാശമുണ്ട്. 2, മുഖത്തൊരു വല്ലാത്ത ശോഭ ഉണ്ടാവും. ഇപ്പോൾ കണ്ണിയത്ത് കറുത്ത മനുഷ്യനാണ്, പക്ഷേ ഒരു മുഖത്തൊരു മുഖകാന്തിയ, നമുക്ക് മറുത്തൊരു വാക്ക് പറയാൻ കഴിയില്ല. വസഅതൻ ഫിൽ റിസ്ഖി, ഞാനെൻ്റെ വീട്ടിൽ ഇന്നൊന്നും വെച്ചിട്ടില്ല എന്നൊരാൾക്ക് പറയേണ്ടി വരില്ല. ചിലപ്പോൾ വെക്കൂല, പക്ഷെ ആ കുടുംബം സന്തോഷത്തിലായിരിക്കും. അവർക്ക് ആവശ്യമുള്ളൊരു സഅത്ത് അല്ലാഹു കൊടുക്കും. ഒരു അന്യനോട് പോയിട്ട് ഇല്ലായ്മയും വല്ലായ്മയും പറയേണ്ടി വരില്ല. ആരോ പൂള വാങ്ങിപ്പോയപ്പോൾ പൂള പറിച്ചു പോയപ്പോൾ ഒരു പൂള കഷ്ണം കൊടുത്തു കുട്ടിക്ക്. ചിലപ്പോൾ ആ പൂള അത്ര പോന്നൊരു ഉടമക്കാരൻ പൊരുത്തപ്പെട്ടെന്ന ഒരു പൂളക്കെങ്ങ് ആ കുട്ടിക്ക് സന്തോഷമായിട്ട് ചുറ്റുന്നോ എന്നുള്ള കൊടുത്ത പൂളക്കെങ്ങ് മതിയാവും ആ കുടുംബത്തിന് ഒരു ദിവസത്തെ. പക്ഷെ സന്തോഷം അതിമ ഒരു കുറച്ച് വെള്ളം കുടിച്ചാൽ അവർക്ക് മതിയോ? ആരും അവരെ പട്ടിണി അറിയില്ല. ആരാണിത് കൊടുത്തത്? 4ാമത്തെ നേട്ടം വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്, മുഅ്മിനീങ്ങൾക്ക് അവരെ പറ്റിയ സ്നേഹം ഉണ്ടാവും. മുഅ്മിനല്ലാത്തവർക്കും ഉണ്ടാവും, അല്ലാത്തവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ നന്നായ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും. അവസാനത്തെ ദിവസം, ഹജ്ജിന് പോകുന്ന ദിവസം കടം വീട്ടാൻ വേണ്ടി ഹോൾസെയിൽ അരി കച്ചവടക്കാരനാണ് ബാഫക്ക് തങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മധ്യവർത്തിയായി നിൽക്കുന്ന ഒരു ഹിന്ദുവായ കച്ചവടക്കാരനുണ്ട്. അപ്പോൾ അയാളോട് കടം വീട്ടാൻ വേണ്ടിയിട്ട് ബാഫക്ക് തങ്ങൾ ഹജ്ജിന് പോകുന്ന അതിൻ്റെ തലേന്ന് കടം വീട്ടാൻ വേണ്ടി ചെന്ന സമയത്ത് അയാൾ കരഞ്ഞൊരു സംഭവമുണ്ട്. അതായത്, നിങ്ങളെന്തിനാ നാളെ ഹജ്ജിന് പോകുന്ന തിരക്കല്ലേ, നിങ്ങളെന്തിനാ അങ്ങോട്ട് വന്നത്? നിങ്ങൾ കുറച്ച് പൈസ ബാക്കി ഉണ്ടെങ്കിൽ തന്നെ അതൊരു കടമായിട്ട് ഞാൻ കൂട്ടും. അയാൾ കരഞ്ഞുപോയി. അതായത് ബാഫക്ക് തങ്ങൾ കടം വീട്ടാൻ വരിക, അയാൾ കരഞ്ഞുപോയി. ഹൃദയത്തിൽ സ്നേഹം. ആർക്കും സ്നേഹം, എല്ലാവർക്കും സ്നേഹം. അത്തരം മനുഷ്യന്മാരോട് എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടാവില്ല എന്നല്ല, ശത്രുവിനും ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. മഹബ്ബത്തുൻ ഫീ ഖുലൂബിൻ നാസ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ പൊരുത്തം നമ്മൾക്ക് കാണില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 2, റിഖത്തുൽ ഖൽബി, ഹൃദയത്തിൻ്റെ നൈർമല്യത ഉണ്ടാവും. നിർമ്മലമായ ഹൃദയമായിരിക്കും ആർക്ക്? ദിക്ർ ചെല്ലുന്നവന്. ഞാൻ റിളമലാണ് ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. 5 നേട്ടങ്ങൾ റിളയുടെ ഫലങ്ങളാണ് നേരത്തെ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് 5 നേട്ടങ്ങൾ. 1, റിള, അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടാവും. ദിക്ർ ഫലിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടാവും. അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. 2, ഹൃദയം നിർമ്മലായിരിക്കും. ഹൃദയം നിർമ്മലമാവും. വിട്ടുവീഴ്ച, നിർമ്മലമായ മനസ്സ്. അവനെ പെടുത്തണം, അവനെ ശരിയാക്കണം, അവനെ വിടരുത്, അങ്ങനെ ഉണ്ടാവില്ല. അത് സാരല്ല എന്ന് തോന്നുള്ളൂ. ക്രൂരത എങ്ങോട്ട് ചെയ്താലും ക്രൂരത തിരിച്ചു ചെയ്യൂല. അയാളുടെ നിർമ്മലമായൊരു മനസ്സാണ്. അതും നമ്മളിൽ കാണില്ല. അപ്പൊ ദിക്ർ ഫലിച്ചാൽ 5 നേട്ടം. 1, അള്ളാഹുവിൻ്റെ റിള, പൊരുത്തം. 2, നിർമ്മലമായ മനസ്സ്. 3, വസിയാദത്തുൻ ഫിൽ ഖൈരി, ഖൈറിൽ വർധനവുണ്ടാവും. കൂടുതൽ ഖൈർ ചെയ്യാനുള്ള അവസരത്തെ അള്ളാഹു തആല തുറന്നു തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വഹിർസു മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്ന് രക്ഷയുണ്ടാവും. ദിക്ർ ഫലിച്ചാൽ, ദിക്ർ ചെല്ലിയാലല്ല, ദിക്ർ ഫലിച്ചാൽ പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഗീബത്ത് പറയില്ല. പിശാചിൽ നിന്ന് സംരക്ഷണമുള്ളവൻ എന്ത് പറയില്ല? ഗീബത്ത് പറയില്ല. എന്നോടൊരു പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, ജമാഅത്ത് കഴിഞ്ഞിട്ട് വയസ്സായ മനുഷ്യന്മാർ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എണീറ്റ് പോയി പള്ളിൻ്റെ പുറത്തുള്ള കൊലായ്മയിൽ ഇരുന്ന് ഗീബത്ത് തുടങ്ങും. എന്നാൽ പുരയിൽ പോയിട്ടാണെങ്കിൽ പെണ്ണുങ്ങളെയും കുട്ടികളെയും കാണാനല്ല, ആ പള്ളിനെ അവിടുന്ന് എണീറ്റാൽ പുറത്ത് ആ തിണ്ടുമ്പോൾ ഇരുന്നാൽ പിന്നെ ഗീബത്ത് തുടങ്ങും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല? സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോഴത്തേന് എണീറ്റ് പോകും. എന്നിട്ട് എന്തായാലും ചെയ്യാം, പള്ളിയിലെ പുറത്ത് ഇന്ന് അങ്ങനെ ഗീബത്ത്. പിന്നെ എല്ലാവരും പോയാലും ഇവര് പോവില്ല, ഇവരെ ഗീബത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തേ വെച്ചാൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി, ഏത് ചീത്തയെയും തടയാൻ എന്തിനു കഴിയും?
നിസ്കാരത്തിന് കഴിയും, ഇവിടെ തടഞ്ഞില്ല. എന്താ കാരണം? നിസ്കാരം ഉയർത്തപ്പെട്ടിട്ടില്ല, നിസ്കാരമായിട്ടില്ല. മനസ്സിലാവണ്ട? വളരെ ചിന്തിക്കണം. നമ്മൾ എന്താ നമ്മളൊന്ന് പരിശോധിച്ചാൽ കേറിയിരിക്കി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലൂ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്നായ തന്നെ പഠിക്കുന്നത്. അത് നമ്മൾ പുതിയ ആഴങ്ങൾ തേടി പോവുകയാണ്. എന്തുകൊണ്ടാണ് റബ്ബിൻ്റെ മുന്നിലാണ് ഞാനെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്? എവിടെയോ ചില റോങ്ങുകളുണ്ട്, അത് കണ്ടെത്തണം. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഒരാളെ ദിക്ർ ഫലിച്ചിട്ടുണ്ടെങ്കിൽ പറയും എന്തൊക്കെയാണ് അയാൾക്ക് നേട്ടം ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ പറഞ്ഞു, അതോടെ കിടക്കട്ടെ. 2, അയാളുടെ ഹൃദയം നിർമ്മലമായിരിക്കും, ക്രൂരമായ മനസ്സ് അയാൾക്ക് ഉണ്ടാവില്ല, ആരോടും വിട്ടുവീഴ്ച ചെയ്യും. 3, അയാൾക്ക് എന്തുണ്ടാവും? ഖൈറിന് കൂടുതൽ അവസരങ്ങൾ അള്ളാഹു തആല ഉണ്ടാക്കി കൊടുക്കും. 4, അയാൾക്ക് പിശാചിൽ നിന്ന് രക്ഷയുണ്ടാവും. ഒരിക്കലും പിശാചിനെ അയാളെ തൊടാൻ കഴിയില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. ഇന്ന ഇബാദി ഏതാ സൂറത്ത്? എവിടെ? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. ഇസ്രാ ആയിരിക്കും അത് ഇസ്രാ. ഇവിടെ എത്ര നമ്പറാന്ന് നോക്കാം. ഇസ്രാ ആണ് ആയത്ത്. ഇത്രയും മോനെ. അല്ലാഹ് നമ്മളെ കുട്ടികളൊക്കെ നല്ലവരാക്കി ഉഷാറാക്കി കൊടുക്കട്ടെ. നല്ല മക്കളാക്കി അള്ളാഹിൻ്റെ കലാമുമായി വലിയ ഹൃദയബന്ധമുള്ള നല്ല കുട്ടികളാക്കി കൊടുക്കട്ടെ. സമുദായത്തിന് ഉപകരിക്കുന്ന, ദീന് കൊണ്ടുപോയി നോട്ടിന് വിൽക്കാത്ത നല്ല സ്വാലിഹ്യങ്ങളാക്കി കൊടുക്കട്ടെ. ഇസ്രാ 65. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. മാഷാ അല്ലാഹ്. സൂറത്തുൽ ഇസ്രാ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. പിശാചിനോട് തന്നെ അല്ലാഹു പറഞ്ഞ വാക്കാ. ഇന്ന ഇബാദി, എൻ്റെ ഉത്തമദാസന്മാർ, ലൈസ ലക അലൈഹിം ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ ഇഷ്ടദാസന്മാർ, ലൈസ ലക അലൈഹിം സുൽത്താൻ, നിനക്കോ നിന്റെ വർഗത്തിൽ ആർക്കെങ്കിലും അവരുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടാവുമായിരിക്കില്ല. തൊടാൻ കഴിയും. ഗീബത്തോ നമീമത്തോ പറയാൻ കഴിയില്ല, തൊടാൻ കഴിയില്ല. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. പക്ഷേ നമ്മളെ തൊടാൻ കഴിയുന്നുണ്ട്, നമ്മൾ ഗീബത്ത് പറയുന്നുണ്ട്, നമ്മൾ നമീമത്ത് പറയുന്നുണ്ട്, നമ്മൾ പലതിനും പെടുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ദിക്ർ ഫലിക്കുന്നില്ല. പിന്നെന്താ 5ാമത്തെ കാര്യം? വമൻഉം മിൻ റുകൂബിൽ മആസി. തെറ്റുകളുടെ വാഹനപ്പുറത്ത് കയറുന്നതിൻ്റെ തടസ്സം. തെറ്റ് ചെയ്യാൻ കഴിയില്ല ഒരാൾക്ക്. എന്തുണ്ടെങ്കിൽ ദിക്ർ ഫലിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാൻ കഴിയില്ല. ദിക്ർ ഫലിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം എന്താ പ്രശ്നം നമ്മൾ നിസ്കരിക്കുമ്പോഴും നമ്മൾ ദാക്കിറാകുമ്പോഴും എല്ലാം ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മനസ്സിൽ ദുനിയാവാണ് എന്നതാണ്. അത് തടയണം. അത് തടയന്നെ വേണം. ദുനിയാവ് നമ്മുടെ മനസ്സിൽ കയറിയതിനെ തടയണം. ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരം ദിക്ർ ആ സമയത്തെങ്കിലും ദുന്യവിയായ ചിന്ത ഒഴിവാക്കണം.
അതൊരു വലിയ ബാബാണ്. അതിലേക്ക് ഞാനൊരു ചെറിയ വഴി തുറന്നുതരാം. ഒരാൾ വന്ന് ഹബീബ് അബൂദാവൂദ് ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസിൻ്റെ ലഫ്ള് ഞാൻ പിന്നെ പറഞ്ഞുതരാം, എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. അബൂദാവൂദിലുണ്ട് ആ ഹദീസ്. പിന്നെ കുട്ടികൾ എന്നോട് ചോദിക്കണം, ഹദീസിൻ്റെ ലഫ്ള് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരാൾ സ്വഹാബി വന്നിട്ട് ഹബീബ് റസൂലുള്ളാഹിനോട് പറയാൻ, എനിക്ക് നിസ്കാരത്തിൽ അങ്ങോട്ട് ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പോൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറയാണ്, മൻ ഗല്ല ബസറഹു, മൻ ഗല്ല ബസറഹു, തൻ്റെ കണ്ണ് പൂട്ടാൻ, തൻ്റെ കണ്ണ് താഴ്ത്താൻ. ഗല്ല പൂട്ടല്ല, താഴ്ത്താൻ ഒരാൾ തയ്യാറായാൽ യജിദ് ഹലാവതഹു ഫി ഇബാദത്തിഹി, ആരാധനയിൽ മധുരം ആസ്വദിക്കാൻ കഴിയും. അപ്പം കൽബിൽ ആരുണ്ടാവും? അല്ലാഹു ഉണ്ടാവും. എഴുതിച്ചോളി, ഹദീസിൻ്റെ ലാസ്റ്റ് എഴുതിച്ചാളി. പിന്നെ റൂമിൽ വന്ന് ചോദിക്കണം എന്നോട്, എന്താ ഹദീസിൻ്റെ ഫസ്റ്റ് ഭാഗം. നബി പറഞ്ഞ വാക്കിതാ. ഒരു സ്വഹാബി വന്നിട്ട് നബിയോട് ചോദിക്കുന്ന വാക്കുണ്ട്, അത് അബൂദാവൂദിലുണ്ട് ഹദീസ്. എനിക്ക് നിസ്കാരത്തിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല നബിയെ, എന്താണ് നിസ്കാരം നിസ്കാരത്തിൻ്റെ മനസ്സ് പലതോട്ട് പെതറാണ്. ആ പതറിപ്പോകുന്ന മനസ്സിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ എന്താ ചെയ്യുക നബിയെ? അപ്പോൾ ഹബീബ നബി അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മരുന്ന് മൻ ഗല്ല ബസറഹു, കണ്ണ് താഴ്ത്താൻ തയ്യാറാകണം. ഫയജിദ്, അപ്പോൾ ഫയജിദ് ഹലാവതഹു ഫി ഇബാദത്തിഹി, അപ്പോൾ അവൻ ആരാധനയിൽ മധുരം അനുഭവിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കണ്ണ് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ കണ്ണിപ്പോൾ നിസ്കാരത്തിൽ താഴ്ത്തിക്കൊണ്ട് തന്നെയാണ്. നമ്മളീ പറഞ്ഞ നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാത്ത നമ്മളൊക്കെ തന്നെയും സുജൂദിൻ്റെ സ്ഥലത്ത് തന്നെയാണ് നോക്കുക. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? ഞാൻ ആ ഹദീസ് ഒരു 10 കൊല്ലം മുമ്പ് പഠിച്ചതാണ്. ആ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, നിസ്കാരപ്പുറത്ത് ഒരാൾ ഹറാമിൽ നിന്ന് കണ്ണ് താഴ്ത്താൻ തയ്യാറായാൽ അതിൻ്റെ ഫലം നിസ്കാരത്തിൽ അനുഭവിക്കണം. അതാണ് വല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. എവിടെയായത്? മാരിജ് എടുത്തു. അവർ നിസ്കാരത്തിൽ നിലനിൽക്കും. അലാ സ്വലാത്തിഹിം ദായിമൂന ഫീ സ്വലാത്തിഹിം ദായിമൂന, അലാ സ്വലാത്തിഹിം തന്നെ, അലാ സ്വലാത്തിഹിം ദായിമൂൻ. മാരിജ് എടുക്കുമോനെ, എല്ലാവരും നമ്പറൊക്കെ എഴുതി നോക്കണം കേട്ടോ. മാരിജ് വല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ അല്ലദീന ഹും الذين هم إلا المصلين الذين هم على صلاتهم دائمون حسبي ربي جل الله. ഈ ആയത്ത് ഇവിടെ കൊടുക്കുന്നത് നല്ല രസകരമായ സ്ഥലത്താണ്. നോട്ട് ചെയ്യണേ എല്ലാവരും, ആ ഏരിയ നോട്ട് ചെയ്യണേ. മാരിജിൻ്റെ 19 മുതൽ നോക്കുക. ഇത് 23. 19 മുതൽ നോക്കുക. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ഖുലിഖ ഹലൂഅ, ഒരു വെപ്രാളിയായിട്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഒരു വെപ്രാളാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അടുത്ത വാക്ക്. എന്താണ് ഈ വെപ്രാളം? ഇതാ മസ്സഹു ഷെറു ജസുവ, അവന് ഷെറ് വന്നാൽ അക്ഷമ കാണിക്കും. ഭയങ്കരം, അത്ര ശ്രദ്ധിച്ചില്ല. ഒരുത്തൻ പീടിയിൽ വന്നിട്ട് 430 റുപ്യക്ക് സാധനം വാങ്ങി. അങ്ങനെ 430 റുപ്യക്ക് സാധനം വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ
370 മടക്കി കൊടുത്തു. നോക്കുക, അവന് 500 തന്നു. എന്നിട്ട് അവൻ 500 തന്നപ്പോൾ അവന് മടക്കി കൊടുക്കേണ്ടത് 70. പക്ഷേ നമ്മൾ 370 മടക്കി കൊടുത്തു. കാരണം 130 വാങ്ങിയ ധാരണ. അവൻ പോയി. പിന്നെ അന്ന് വൈകുന്നേരം വരെ അതിനിടയ്ക്ക് ആ പെണ്ണുങ്ങൾ കഞ്ഞി കൊണ്ടുവന്ന്, നിങ്ങൾക്ക് കഞ്ഞി പാത്രം എടുക്കല്ലേ, കഞ്ഞി എന്താണ് മനുഷ്യന് സുഖമല്ല, എന്തിപ്പോ പറ്റിയേ മനസ്സിലായില്ല. അന്നും വൈകുന്നേരം വരെ പറയും. അന്നും മരുവൻ്റെ വീട്ടിൽ, മരുവളെ വീട്ടിൽ സൽക്കാരുണ്ട്. ആ സൽക്കാരത്തിനടിയിൽ അവൻ പറയും, ഓർക്കാൻ വയ്യ. എന്തേ ചെറിയ ഒരു നഷ്ടം പോലും അവന് സഹിക്കാൻ കഴിയില്ല. ഇതാ മസൗൽ ഖൈറു, നേട്ടം കിട്ടിയാലോ മനുവ അവൻ നിഷേധിയാവും. നേട്ടം കിട്ടിയാൽ നിഷേധിയാവും. നേട്ടം കിട്ടിയാൽ ആർക്കോട്ട് കൊടുക്കൂല. മനസ്സിലായില്ല. വേറൊരുത്ത 100 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് പൈസ ബാക്കി വാങ്ങാതെ പോയാൽ, ഏതൊരു യാത്രക്കാരൻ പോയാൽ കണ്ടുക്കണം, ഭാര്യ പറയും, ആ പൈസ ബാക്കി കൊടുത്തില്ലല്ലോ. ആദ്യം ഒരു വട്ടമൊക്കെ ഓനും അങ്ങനെ പറയും. പിന്നോ എന്ത് പറയും? അങ്ങനെ നമ്മളെത്ര പൈസ വയ്ക്കും? മനസ്സിലായോ പറഞ്ഞേ? എന്നാൽ അപ്പോൾ മനുഷ്യൻ പൊതുവെ ഒരു വെപ്രാളിയാണ്. നേട്ടം കിട്ടിയാൽ കൊടുക്കൂല. നല്ലൊരു കമ്പനിയിൽ ജോലി ഉണ്ടെങ്കിൽ അതിൽ 5 കൊണ്ടുപോയാൽ മതി. ഓന് അവിടെ പുതിയ വേക്കൻസി ഒന്നാലും കൊണ്ടുപോകില്ല. കാരണം ഒന്നെപ്പോലെ ആയാലോ. ഏറ്റവും ചുരുങ്ങി അവൻ്റെ പെണ്ണുങ്ങളെ അമ്മയ്ക്കൂല. നിങ്ങളെ ഓളിങ്ങളെ വലിയ ആളായി ഇതിനെ നടക്കും. എനിക്കത് കാണാനാവില്ല. ഞാൻ അപ്പുറത്തെ കുഞ്ഞിരാമനെ കൊണ്ടായാലും ഓനെ കൊണ്ടുപോകും. മനസ്സിലായ പറയും. എന്തെങ്കിലും നേട്ടം കിട്ടിയാൽ ഷെയർ ചെയ്യൂല. നഷ്ടം വന്നാലോ ചെറിയ നഷ്ടമാണെങ്കിലും അവന് സഹിക്കാനോട്ട് കഴിയൂല. ഇല്ലൽ മുസല്ലീൻ, എന്നാൽ നിസ്കാരക്കാർ ഇതിൽ പെടൂല. ഇല്ലൽ മുസല്ലീൻ ഖുർആന്റെ ആയത്ത. ഇല്ലൽ മുസല്ലീൻ എത്രാമത്തെ? മആരിജ് സൂറത്തിൻ്റെ 22-ാമത്തെ ആയത്ത. ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിസ്കാരക്കാർക്ക് നഷ്ടം വന്നാൽ സഹിക്കാൻ കഴിയും. കപ്പൽ മുങ്ങിപ്പോയി, ചിരിച്ചു. വണ്ടി കുത്തി, എന്തില്ല, മനുഷ്യനൊന്നും പറ്റിയില്ലല്ലോ. പറ്റി, ബാക്കി സാധനമല്ലേ, ബാക്കിയൊക്കെ പിന്നെ ഉണ്ടായതല്ലേ. ആൾക്ക് എന്തെങ്കിലും പറ്റും? ഇല്ല. മനുഷ്യന്മാർക്ക് വല്ലതും പറ്റും? ഇല്ല ഇല്ല ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? ഇതേ ആര് പറയൂ? നിസ്കരിക്കണോര് പറയും. അവർക്ക് ഏത് നഷ്ടവും സഹിക്കാൻ കഴിയും. ആര് ഏത് ഖൈറും ഷെയർ ചെയ്യും. ആര് പറയാൻ? നിസ്കാരക്കാർ. പക്ഷേ നിസ്കാരക്കാർക്ക് അവിടെ വേറൊരു സിഫത്തും കൂടി കൊടുത്തു. അല്ലദീന, വല്ലദീന അല്ല, അല്ലദീന. ഒന്നുകൂടി മുന്നോട്ട് കയറിയിരിക്കാൻ ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. മനുഷ്യൻ പൊതുവേ ഒരു വെപ്രാളിയാണ്. ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ. ഇതിനൊക്കെ ക്ലിയർ അർത്ഥം എഴുതി വെക്കണം, ശ്രദ്ധിക്കണം, ഏരിയ മനസ്സിലാക്കണം, അല്ലാത്തൊരു എഴുതി വെക്കണം. നിത്യജീവിതത്തിൽ നമ്മുടെ നിസ്കാരം റോങ്ങാണ്. കാരണം നമുക്ക് ഈ ദുർഗുണങ്ങളെല്ലാം ഉണ്ട്. മനസ്സിലായില്ല? നമ്മളിപ്പോഴും ഹലൂവ തന്നെയാണ്. നമ്മൾക്ക് നഷ്ടം സഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ലാഭം ഷെയർ ചെയ്യാൻ തയ്യാറുമല്ല. എന്നാൽ ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാർ അതിൽ പെടൂല. അവർക്ക് നഷ്ടം പ്രയാസമേ അല്ല. കച്ചവടം തന്നെ പൊളിഞ്ഞു, പീടിയ പൂട്ടി, ഗൾഫിൽ നിന്ന് 2 ലക്ഷം 3 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒന്നുമില്ലാതെ അറബിയോ കമ്പനിയോ പിരിച്ചട് വിട്ടു. അവനൊരു വിഷമമല്ല, ചിരിച്ചുകൊണ്ട് വന്നു. ഒരു പെണ്ണുമോ വിഷമല്ല. ആയിക്കോട്ടെ, ഇപ്പം അത് കിട്ടിയിട്ട് ഇപ്പം നമ്മളെ കാക്കയൊക്കെ ഇവിടെ ജീവിച്ച് നിങ്ങൾ ഉണ്ടണ്ട, നമുക്ക് ഉള്ളതുപോലെ റാഹത്തായി കഴിഞ്ഞോളാം.
ബേജാറാണ്ട. എന്നാലും അൽഹംദുലില്ലാ നിങ്ങൾ വന്നല്ലോ, നിങ്ങളെ കാണാൻ. എന്തേ അങ്ങനെ പറഞ്ഞവരില്ലേ? പറയാം, അങ്ങനെ പറഞ്ഞ പെണ്ണുങ്ങളില്ലേ? ഉണ്ട്. ആണുങ്ങളില്ലേ? ഉണ്ട്. അവർക്കറിയാം റസാഖ് ആരാണ്? അല്ലാഹു ആണ്. പേടിക്കൊന്നും വേണ്ട. ആധുനികന്മാരായ നമുക്ക് റസാഖ് യാ റസാഖ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ബിരിയാണി മുണുങ്ങി പിരിയലേ അറിയുണ്ടാകുള്ളൂ. റസാഖ് റബ്ബ എന്നുള്ളത് ഈ വിക്രന്മാരായ ഈ മുട്ടാളന്മാർക്ക് അറിയില്ലായിരുന്നു. അപ്പം പടച്ചമ്പുരാൻ മക്കളെ നിങ്ങൾ ഇനിയൊന്ന് മനസ്സിലാക്കിക്കോളി എന്ന് പറയാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ടാണടാ കൊറോണ തന്ന്. എന്നിട്ടും പഠിച്ചില്ല, തിരിഞ്ഞില്ല. പഠിച്ചോ നമുക്ക് തന്നു എന്ത്? കൊറോണ. അതുവരെ നമ്മൾ യാ റസാഖ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞിട്ട് ബിരിയാണി തിന്ന് പോരുന്നു. റസാഖ് അല്ലാഹ് തന്നെയാണ്, പണിക്ക് പോകാതെ തന്നെ നിങ്ങൾക്ക് തിന്നാൻ കഴിയും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ രോഗമാണ് എന്ത്? കൊറോണ. അതിലങ്ങനെ ആർക്കും ഒന്നും പറ്റിയില്ല. പറ്റിയത് ടെൻഷൻ പിടിച്ചിട്ടാണ്. പിന്നെ പറ്റിക്കണമെങ്കിൽ അതിന് വേറെ കാരണം ഉണ്ടാവും. എല്ലാം കൂടി പറയാൻ പറ്റൂല. ഒന്നും പറ്റില്ല. പക്ഷെ മനുഷ്യന് അല്ലാഹു തആല ബോധം കൊടുത്തു, ഒന്നും വേണ്ട, നിനക്ക് ഭംഗിയായി ജീവിക്കാൻ റസാഖ് ഞാനാണ് എന്ന്. ആ ബോധം ഉണ്ടാവും. ഒരു നഷ്ടം അവനെ ബാധിക്കൂല. ആരെ? നിസ്കാരക്കാരനെ ബാധിക്കൂല. പക്ഷേ അല്ലദീന ഏതുതരം വല്ലദീന വാവില്ല, ഇവിടെ വാവില്ലാതെ. അപ്പൊ അൽ മുസല്ലീന്റെ സിഫത്ത. അൽ മുസല്ലീൻ ഏത് തരം മുസല്ലീൻ? അല്ലദീന ഏത് തരം മുസല്ലീൻ? ഹും ആ നിസ്കാരക്കാർ അലാ സ്വലാത്തിയും അവരുടെ നിസ്കാരത്തിന്റെ മേൽ ദായിമൂന നിലനിൽക്കുന്നവരാണ്. അതായത് അവർ സദാസമയം എന്തിലാണ്? നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ നമ്മൾ ആരുടെ മുന്നിലാണ്? അള്ളാഹിന്റെ മുന്നിലാണ്. അപ്പോൾ സദാസമയം അവർ റബ്ബിന്റെ മുന്നിലാണ്. അവർക്ക് ഒന്നും ബാധിക്കൂല. മനസ്സിലായോ? നിസ്കാരത്തോട് നീതി പുലർത്തുന്ന നിസ്കാരക്കാരൻ, ആ നീതി പുലർത്തുന്ന നിസ്കാരക്കാരൻ നിസ്കാരം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അല്ലദീന അവരേത് നിസ്കാരക്കാരാണ്? ഹും അല്ലദീന പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു ഹും അവരാണ്. അല്ലദീന അവർ, ഹും അവർ തന്നെയാണ്, അലാ സ്വലാത്തിഹിം അവരുടെ നിസ്കാരത്തിന്റെ മേൽ ദായിമൂന നിലനിൽക്കുന്നവർ. അപ്പോൾ അവർ സലാം വിട്ടൂല. അതായത് സലാം വിട്ടാലും സലാം വിട്ടൂല. പരിസരത്തുള്ളവർക്ക് നമ്മളോട് മിണ്ടാനൊരു അവസരത്തിന് വേണ്ടിയാണ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞത്. അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ല. അവര് അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയേ ഇല്ല. അവര് വെപ്രാളിയുമല്ല. അവര് ഖൈറ് ഷെയർ ചെയ്യാൻ തയ്യാറ് ആണ്, പ്രശ്നമില്ല. അവർ നഷ്ടം സഹിക്കാൻ തയ്യാറാണ്. എന്തു വന്നാലും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ നമുക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി തിരിച്ചു വരും ഈ ആയത്തിലേക്ക്. ഒന്നുകൂടി ഏതാ സൂറത്ത്? മാരിച്ച് 19, 20, 21, 22. ഇന്നൽ ഇൻസാന ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ الذين هم على صلاتهم دائمون. ഹാഫിളീങ്ങൾ ഉറക്കെ. ഇപ്പം മറ്റുള്ളവർക്ക് നമ്മുടെ കൂടെ ഇത് പാട മറക്കരുത്. أعوذ بالله من الشيطان الرجيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. حسبي ربي جل الله
സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. സലാമു അലൈക്കും യാ ഇബാദല്ലാഹ്. സലാമു അലൈക്കും യാ ഇബാദല്ലാഹ്. സലാമു അലൈക്കും യാ ഇബാദല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെയാണ്. അള്ളാഹിൻ്റെ കലാമോ അള്ളാഹിനെ പറ്റിയും പറയുന്ന മജ്ലിസാണ്. ഇടത്തും വലത്തൊക്കെ അള്ളാഹിൻ്റെ മലായിക്കത്തും ഉണ്ടാവാൻ സാധ്യത ഏറെയുള്ള മജ്ലിസാണ്. അവരൊക്കെ ബറക്കത്ത് അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അർവാഹകളുണ്ടാവും, പല ഖൈറും ഉണ്ടാവും. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഒന്നും കൂടി പറയാം, ഓടിച്ച് പറയാം. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ ഖുലിഖ, സൃഷ്ടിക്കപ്പെട്ടത് ഹലുവ, ഒരു വെപ്രാളിയായിട്ടാണ്. ഒരു വെപ്രാളാണ്. അതായത് എന്താണ് വെപ്രാളം? ഇദാ മസ്സഹു ശർറു ജസുഅ, നഷ്ടം സംഭവിച്ചാൽ അവൻ, ആപത്ത് വന്നാൽ, നഷ്ടം വന്നാൽ, ഷെറു വന്നാൽ അവൻ അക്ഷമ കാണിക്കും. ഇദാ മസ്സഹുൽ ഖൈറു മനുഅ, നേട്ടം കിട്ടിയാൽ അവൻ നിഷേധിയുമാകും. എന്നാൽ ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് ഈ ദുർഗുണം ഉണ്ടാവില്ല. എങ്ങനെയുള്ള നിസ്കാരക്കാർ? അല്ലദീന, അവർ തന്നെ, അലാ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരത്തിൻ്റെ മേൽ ദായിമൂൻ, നിസ്കാരപ്പുറത്തും നിസ്കാരത്തിൽ നിലനിൽക്കും. നിസ്കാരപ്പുറത്തും നിസ്കാരത്തിൽ നിലനിൽക്കും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇപ്പം നമ്മൾ ഒരു മാധവനും നമ്മളും കൂടി ഓഫീസിൽ ഓഫീസർമാരാണ്, നമ്മൾ ഉദ്യോഗസ്ഥരാണ്. ബാങ്കിൻ്റെ നേരമായപ്പോൾ മാധവൻ പറഞ്ഞു, നിസ്കരിക്കാൻ പോണില്ലേ? നിസ്കരിക്കാൻ പോയി. എണീറ്റ് വന്നാൽ നിസ്കരിച്ചല്ലോ. അതിൻ്റെ നേട്ടം നമ്മളിൽ നിന്ന് അയാൾ അനുഭവിക്കണമല്ലോ. അവിടെ വരുന്ന ഓഫീസിൽ വരുന്നവർ അനുഭവിക്കണമല്ലോ. അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിസ്കാരത്തിലല്ലല്ലോ, നമ്മൾ നിസ്കാരമില്ലല്ലോ. നമ്മളെ കച്ചവടക്കാർ, നമ്മളെ കസ്റ്റമർ അനുഭവിക്കണ്ടേ നമ്മളിൽ നിന്ന്? അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും നല്ലവരാരാ? ഈ നിസ്കാരക്കാർ. സുബഹി നിസ്കാരം കഴിഞ്ഞ്, പഴയ കാലത്തെ അറബി കച്ചവടക്കാരുടെ കഥയുണ്ട് താരീഖിൽ. സുബഹി നിസ്കാരം കഴിഞ്ഞ് കട തുറക്കും. കട തുറന്ന് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വരും, അവർക്ക് സാധനം എടുത്തു കൊടുക്കും. പിന്നെ ഒരു ഖുർആൻ ഓതിയിരിക്കും. നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കരിച്ച കട തുറക്കും. കാരണം ഏത് സാധനവും അതിരാവിലെ ചെയ്യുന്നതിലാണ് ബർക്കത്ത് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, എൻ്റെ സമുദായം അതിരാവിലെ ചെയ്യുന്ന ഏത് കാര്യത്തിലും ബർക്കത്ത് ചെയ്യണമേ റബ്ബേൻ. 1400 കൊല്ലം മുമ്പ് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓഫീസുകളിലൊന്നും ബർക്കത്തുണ്ടാവില്ല. എന്തുകൊണ്ട്? അവർക്കൊന്നും പണിയെടുക്കാനും കഴിയില്ല. എന്തുകൊണ്ട്? തുറക്കണ 10 മണിക്കാണ്. അതേസമയത്ത് അറബികൾ ചില നാടുകളുണ്ട്, അതിരാവിലെ ഓഫീസ് തുറക്കും, 12 മണിക്ക് ഓഫീസ് പൂട്ടും, കഴിഞ്ഞു. മനസ്സിലായി? അതിന് ബർക്കത്തും ഉണ്ടാവും, അതിൽ ഖൈറും ഉണ്ടാവും. ചില സാധനങ്ങൾ ബർക്കത്തുണ്ടാവില്ല. ഞായറാഴ്ച ലീവാക്കിയാൽ ബർക്കത്തുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ലീവാക്കിയിട്ടില്ലെങ്കിൽ ബർക്കത്തുണ്ടാവില്ല. ഞായറാഴ്ച ലീവാക്കിയ ബർക്കത്തുണ്ടാവില്ല. എന്തുകൊണ്ട്? യൗമുൽ അഹദ്. യൗമുൽ അഹദ് എന്താ? ഞായറാഴ്ചയുടെ പേരെന്താ? യൗമുൽ അഹദ്. എന്താ അർത്ഥം? അള്ളാഹു കർമ്മം ചെയ്ത 1-ാം ദിവസം. യൗമുൽ ഇസ്നൈൻ, അള്ളാഹു കർമ്മം ചെയ്ത 2-ാം ദിവസം. യൗമുൽ സുലസ, അള്ളാഹു കർമ്മം ചെയ്ത 3-ാം ദിവസം. യൗമുൽ അർബിഅ, അള്ളാഹു കർമ്മം ചെയ്ത 4-ാം ദിവസം. യൗമുൽ ഖമീസ്, അള്ളാഹു കർമ്മം ചെയ്ത 5-ാം ദിവസം. യൗമുൽ ജുമുഅ, സമ്മേളന ദിവസം. ഞായറാഴ്ച എന്തും ഞായറാഴ്ച. ഞാൻ കുറ്റിയടിക്കാൻ പറയുന്നവരൊക്കെ പറയാറുണ്ട്, കുറ്റിയടിക്കാൻ നല്ലത്, തർക്കല്ലിടാൻ നല്ലതൊക്കെ ഇന്നാണ് ഞായറാഴ്ച രാവിലെ ദുആ സമയത്ത്. മനസ്സിലായില്ലേ? ഇതാണ് നല്ലത്. ഞായറാഴ്ച ളുഹറിൻ്റെ മുമ്പ് ചെയ്താൽ വലിയ ഖൈറുണ്ടാവും. കാരണം കർമ്മത്തിൻ്റെ 1-ാം ദിവസമാണത്. തിരിച്ചു വരും. മനസ്സിലായില്ല? ഇത് രാവിലെ കട തുറക്കും അറബിക്കച്ചവടം. പഴയ കാലത്ത് മുസാഹഫ് എടുക്കും, ഖുർആൻ ഓതും. അതിനിടയിൽ കസ്റ്റമർ വരും, കൊടുക്കും. അടുത്തൊരു കസ്റ്റമർ വരും, അപ്പോൾ കൊടുക്കൂല. ഇതേ സാധനം വിൽക്കുന്ന അപ്പുറത്തെ കടയൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. കാരണം അയാൾക്കറിയാം അവിടെ ഒന്നും വിറ്റിട്ടില്ല. ഇന്ന് നമ്മൾ
അവനുള്ള കച്ചവടം കൂടി പോകാൻ വേണ്ടിയിട്ട് അവനില്ലാത്ത നേരത്തെ കുഞ്ഞിച്ചട്ടി കുഴിച്ചിടുക അതിൻ്റെ അടിയിൽ. കുഞ്ഞിച്ചട്ടിക്കൊന്നും ഒരു കുറവുമില്ല, വിദ്യാഭ്യാസം കൂടിയിട്ടേ ഉള്ളൂ, കുഞ്ഞിച്ചട്ടി കുറയില്ല. നിങ്ങൾ വിചാരിക്കും വിദ്യാഭ്യാസം കൂടിയിട്ടൊന്നും മനുഷ്യന് അന്തം ഉണ്ടാവില്ല. അന്തം വേറെ, വിദ്യാഭ്യാസം വേറെ, വേറൊരു വിഷയമാണ്. നമ്മൾ പറഞ്ഞില്ലേ, അങ്ങോട്ട് പോകും തിരിച്ച്. മനസ്സിലായില്ലേ? ചിന്തിക്കും. എന്തുകൊണ്ട് അവർക്ക് ഇനി കഴിഞ്ഞ് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അവിടെ പോയോ, അവിടെ പോണിയേറ്റില്ല, അവിടെ വിറ്റിട്ടില്ല, കൊടുക്കും അടു. എന്തിനു കഴിഞ്ഞ എന്താ? അവരാരാ? നിസ്കാരക്കാരാ. ഇല്ലൽ മുസല്ലീൻ, ഇല്ലൽ മുസല്ലീൻ, ഇല്ലൽ മുസല്ലീൻ الذين هم على صلاتهم دائمون. ഹജ്ജിന് പോകാൻ ഭാര്യയും ഭർത്താവും തീരുമാനിച്ചു 10 സെന്റ് വിൽക്കണം. 4 ആളോട് പറയും ചെയ്തു, ആ 10 സെന്റ് വിറ്റിട്ട് എനിക്കും എൻ്റെ പെണ്ണുങ്ങൾക്ക് ഹജ്ജിന് പോകണം. പക്ഷേ വിൽക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട നിസ്കാരക്കാർ ചവിട്ടി. ഇക്കൊല്ലം ഒരാളിനോട് വന്നു പറഞ്ഞു, തിരിഞ്ഞില്ല, ചവിട്ടി. കാരണം പോന് എന്താണെങ്കിൽ വെക്കും, ഇപ്പം ചവിട്ടി. 5 ലക്ഷം സെന്റിനുള്ളിന് 2 അതാക്കിയപ്പോൾ 2.5, 3 വേണമെങ്കിൽ നമുക്ക് മുറിക്കാം. എന്തേ വിലക്ക് എന്താണ്? അങ്ങോട്ട് വേണ്ടു. ഓ, അതിനൊക്കെ ഊരൊക്കെ ചവിട്ടിയാൽ ആ കാലം നരകത്തിലിടൂല. ഈ നിസ്കാരക്കാരെയൊക്കെ ഊരൊക്കെ ചവിട്ടണടാ. ഞങ്ങളെ നിസ്കാരത്തിലോ തലയെക്കെട്ടിലോ താടിയിലോ വഞ്ചിതനായാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, നമ്മളെ ഉസ്താദ് മരിച്ചു. ഇപ്പോൾ വേറൊരു ഉസ്താദാണ്. ഞാനൊരുത്തൻ്റെ നിസ്കാരത്തിലോ, അള്ളാഹു എനിക്കെന്ന തൗഫീഖാണ്, നിസ്കാരത്തിലോ തലയെക്കെട്ടിലോ താടിയിലോ ഞാൻ വഞ്ചിതനാവില്ല. എത്ര വലിയവനാണെങ്കിൽ എൻ്റെ റബ്ബ് എനിക്കെന്നൊരു തൗഫീഖാണ്. കാരണം ഇതൊക്കെ കള്ളന്മാർക്കും ചെയ്യാം. ഇതൊക്കെ സിത്റുകൾ മാത്രമാണ്, ഒന്നും കാര്യമില്ല. നല്ലതല്ലേ? നല്ലതാണെങ്കിൽ നല്ലതാണ്. പപ്പടം പൊരിച്ചത് നല്ലതാണ്, പക്ഷെ ചോറ് വേണം. എരിശ്ശേരി പുളിശ്ശേരി നല്ലതാണ്, നല്ലതല്ലേ? നല്ലതാണ്, പക്ഷെ എന്ത് വേണം? ചോറ് വേണം. ചോറില്ലെങ്കിൽ എരിശ്ശേരി പപ്പടം അടിച്ചൊരു പുറം പൊളിക്കൂലേ? ചിന്തിക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇതെന്തിനൊന്നും താടിയിലും തലക്കെട്ടിലും തൊപ്പിയിലും നീളങ്ങുപ്പായത്തും ഒന്നും വഞ്ചിതരാകണ്ട. അതൊക്കെ ഓരോ പണിക്കാർക്ക് ആ പണിക്കനുസരിച്ചുള്ള യൂണിഫോം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ വഞ്ചിതരാകണ്ട. അതൊന്നും പടച്ചോൻ്റെ അടയാളമല്ല, പടച്ചോൻ കൽബിലുള്ളതിന് അടയാളമല്ല. പടച്ചോൻ്റെ പേരിൽ ഓൻ പറ്റിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് അടയാളം മാത്രമാണ്. ഞാൻ നീളങ്ങുപ്പായിട്ടാണ്. ഇനി അത് പറ്റിക്കല്ല എന്നോൻ്റെ കർമ്മം കൊണ്ട് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. വഞ്ചിതരാകണ്ട. മനസ്സിലാവണ നമുക്ക് ബോധം തരട്ടെ, ചിന്തിക്കണം. ഇല്ലൽ മുസല്ലീൻ الذين هم على صلاتهم دائمون. ഒരു വയസ്സായിട്ട് തന്തയും തള്ളയും ഹജ്ജിന് പോവുക. 10 സെന്റ് വിൽക്കാൻ തീരുമാനിച്ചു. റോഡ് സൈഡാ, വില കിട്ടും. അതൊരു 4 ആളോട് പറയും ചെയ്തു, അത് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഹജ്ജിന്. അയലാടി ചവിട്ടി. അങ്ങനെയുണ്ട്. ആരാ ചവിട്ടണ്? 9 മണിക്ക് പള്ളിയിൽ പോയി കൂടുന്നു. പള്ളി കമ്മിറ്റി, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റിക്കാര്, നേതാക്കന്മാര്, സംഘടനാ പ്രവർത്തകന്മാര്, മജ്‌ലിസുൻ നൂർ 200 ഒക്കെ നടക്കണവര് എല്ലാവരും. ഇതിലൊന്നും ഞാൻ പറ്റതിനാവൂല. നല്ലതല്ലേ? നല്ലതാണെങ്കിൽ നല്ലതാണ്, നല്ലതാണെങ്കിൽ നല്ലതല്ല. എനിക്കതിനെ പറ്റി അറിയില്ല. എൻ്റെ കൽബിൽ പടച്ചോൻ വേണം. മജ്‌ലിസ് 500 അടുത്തിരും കാര്യമില്ല, എൻ്റെ കൽബിൽ പടച്ചോൻ. അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇല്ലാതിരിക്കില്ല. പടച്ചോൻ വേണം, കൽബിൽ പടച്ചോൻ വേണം. കൽബിൽ ഇപ്പത്തിൻ്റെ മുകളിലൊക്കെയുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരൂലേ? എല്ലാം പ്രശ്നം തീരാൻ എളുപ്പ വഴിയാണ്. കൽബിൽ റബ്ബുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൽബിൽ റബ്ബില്ലാത്തതുകൊണ്ടാണ് എൻ്റെ സമുദായത്തിന്, ഞങ്ങളുടെ പരസ്പര പിണക്കങ്ങൾ ഞങ്ങളുടെ സമുദായത്തിന് തടസ്സമാണെന്ന് ഒരു നേതാവ് വിചാരിച്ചാൽ മതി. താഴത്തേക്കിറങ്ങണം. താഴത്തേക്കിറങ്ങിയാൽ പിണക്കം തീർന്നു. തീർന്നല്ലേ? തീർന്നു. ആ
ആരും അത് കറങ്ങൂല. എന്തുകൊണ്ട്? കൽബിൽ റബ്ബില്ല. കൽബിൽ റബ്ബുണ്ടെങ്കിൽ അപ്പം തീരും. ഞാൻ അങ്ങോട്ട് പോണില്ല, ഞാൻ തിരിച്ചു വരും. അപ്പോൾ വളരെ ചിന്തിക്കണം. പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിസ്കരിക്കണില്ല. الذين هم على صلاتهم دائمون. അതേ സമയത്ത് ഉംറക്ക് പോകാൻ നിശ്ചയിച്ചപ്പോൾ പൈസ വിചാരിച്ചോൻ തന്നില്ല. അപ്പം അപ്പുറത്തെ പെരയത്തെ കൃഷ്ണൻകുട്ടി എന്ന് ഞാൻ എൻ്റെ ഒരു സാങ്കല്പിക പേരാണ്. ഇതൊരു ഹിന്ദുവിനെ പറ്റി ഒരാൾ എന്നോട് ഈ അടുത്ത കാലത്ത് വന്ന് പറഞ്ഞതാ. കമ്മി വന്നു, 10,000-20,000 റുപ്യേൻ്റെ കമ്മി വന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ കൃഷ്ണൻകുട്ടി ഇവരും വിറകുന്ന് കണ്ടപ്പോൾ പറഞ്ഞു, എന്തേ അല്ലല്ല ഒരു പൈസ കിട്ടാണ്ടായിരുന്നു, അതാണ് കിട്ടും വിചാരിച്ചു, കിട്ടിയില്ല. അപ്പോൾ എത്ര കമ്മിയുള്ളത്? ഒരു 10-20. ആ പൈസ എന്നാൽ പോലെ എൻ്റെ മോളെ കെട്ടിക്കാൻ എടുത്തുവെച്ച പൈസ. അതേ ചിലപ്പോൾ 2 ആഴ്ചനുള്ളിലൊന്നും കല്യാണം ഉണ്ടാവില്ല. നിങ്ങൾ 2 ആഴ്ച കൊണ്ട് വരുമല്ലോ, അത് നമുക്ക് പിന്നെ നോക്കാം. നിങ്ങൾ കൊണ്ടേക്കോളി. എന്തുകൊണ്ടാണ് കൃഷ്ണൻകുട്ടിയെ പറഞ്ഞത്? ഓൻ്റെ മനസ്സിൽ നന്മയുണ്ട്. എന്തുകൊണ്ടാണ് നീ നിസ്കരിക്കണം അത് പറയാഞ്ഞത്? ഓൻ്റെ മനസ്സിൽ നന്മയില്ല. അതൊന്നും ഭർത്താനം പറഞ്ഞിട്ട് കാര്യമല്ല. ഇതൊക്കെ നേരെ അങ്ങനെ എന്തു പറഞ്ഞാൽ ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണ്. മനസ്സിലാക്കണം, ചിന്തിക്കണം. നമ്മൾ الذين هم على صلاتهم دائمون. അവർ അവരുടെ നിസ്കാരത്തിൽ നിലനിൽക്കുന്നവരാണ്. നിസ്കാരത്തിന്റെ മേലാണ് നിലനിൽക്കും. അതായത് അവർ സദാസമയം ആരുടെ മുന്നിലാണ്? ഉറങ്ങരുതട്ടോ, ഉറങ്ങരുത്. ഒരൊറ്റ മൂലി പറഞ്ഞുതരാൻ പോവുകയാണ്. ഈ ക്ലാസ്സിൽ ഈ ആഴ്ച ഞാൻ സൂഫി ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത ഒരൊറ്റ മൂലി എന്നോട് പറയാം. നമുക്ക് ചേഞ്ച് ആവണം. നമുക്കൊരു കാര്യം ഉറപ്പിച്ചു, നമ്മളെ സാധനങ്ങളും നമ്മളൊന്നും മേലേക്ക് കയറണില്ല. നിസ്കാരം കയറണം. ഇത്ര കയറിയാൽ പോലെ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ ഇത്ര കയറിയാൽ പോലെ. ഒരു അമൽ ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ അമലിൻ്റെ കരുത്തുകൊണ്ട് ആ അമൽ എവിടെ എത്തണം? ഇല്ലീൻ എന്ന ആകാശത്തിൻ്റെ മുകളിലെത്തണം. അതിനവിടെ മലക്കളുണ്ട്, ഇട്ടും അട്ടിച്ചു കൊണ്ടുപോകും. എന്നാൽ ചില ആളുകളെ നിസ്കാരം ഷിബ്റൻ, ഒരു ചാണ് പോലും പൊങ്ങൂല. അത്രയും കരുത്തുള്ളൂ. മരുന്നില്ലാത്ത ബാണം ഒറ്റ ചെറിയ മരുന്നുണ്ടാവുള്ളൂ. ഒറ്റ കഴിഞ്ഞു ബാണം പോയിട്ട് അവിടെ പോയി പൊട്ടുന്ന വിചാരിച്ച്. പക്ഷെ ഒന്ന് എന്നൊക്കെ അറിയാം. എന്തേ മരുന്നില്ലടാ. എന്റെ നിസ്കാരം പൊങ്ങണമെങ്കിൽ നിസ്കാരത്തിൽ എന്ത് വേണം? മരുന്ന് വേണടാ. എന്താ മരുന്ന്? അല്ലാഹു. പിന്നെ ബാക്കി ഇതൊക്കെ കവർ ചെയ്യുന്നു. മഞ്ചേരി അങ്ങാടിയിലുണ്ടായ 4 മുടിയാണ് സ്ഥലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു എന്താ പറയുക, ഒരു ട്രാഫിക്കിലൊരാൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ബാപ്പാൻ്റെ ഒപ്പം മഞ്ചേരി പോകുമ്പോൾ കാണുന്നത് ഒരുത്തൻ. അപ്പോൾ ആ ഭാഗത്തെ വണ്ടി നിൽക്കണം. പിന്നെ ഇങ്ങനെ ഇതെങ്ങനെ നമ്മൾ നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉള്ളിലൊരു സാധനം കയറ്റണം. എന്ത്? അതാണ് ദിക്ർ, അതാണ് കാരണം. എന്നാ അത് ആകാശത്തിൻ്റെ മേലെ പറ്റിയേ പൊട്ടുള്ളൂ. ഇതും ഖുർആനല്ലേ? ഏതാ സുഹൃത്ത്? കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ മുത്തഫിഫീൻ അല്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നല്ല കുട്ടിയാണ്. എന്താണ്? വൈലുല്ലിൽ മുത്തഫിഫീനുണ്ട്. അതായത് 30-ാമത്തെ ജുസിലുണ്ട് ഈ സൂറ, ഈ ആയത്ത്. എന്താണ് ആയത്ത്? കല്ലാ ഇന്ന കിതാബൽ അബ്റാരി, യഥാർത്ഥ ഗുണവാന്മാരുടെ കിതാബ് ലഫീ ഇല്ലീൻ. അവരുടെ രേഖ ഇവിടെയല്ല. അവരുടെ രേഖ അവരിവിടെ ജീവിക്കുമ്പോൾ അവരുടെ രേഖ അവിടെയാണ്. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ വമാ അദ്റാക മാ ഇല്ലീൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. യഥാർത്ഥ ഗുണവാന്മാരുടെ രേഖ ഭൂമിയിലല്ല, അവരുടെ രേഖ എല്ലിയിൽ ആകാശഗംഗക്കപ്പുറമുള്ള ലോകത്താണ് അവരുടെ രേഖ കിടക്കുന്നത്. അവർ ചെയ്യുമ്പോഴത്തിന് അവിടെ പെട്ടു. അത്ര ഊർജം ഉണ്ടാവും. കാരണം അതിനുള്ളിൽ ആരുണ്ട്? അല്ലാഹ്. മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്.
നമ്മളെ പശുവിന് ഈ നിലക്ക് പാല് കിട്ടൂല, നമ്മളെ കൃഷി ഇങ്ങനെ വിളയൂല. നമ്മൾ ചേഞ്ച് ചെയ്യണം. എന്താ ചേഞ്ച് ചെയ്യേണ്ടത്? നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന അപാകതകളെ നമ്മൾ പരിഹരിക്കണം. അപ്പം നമ്മൾ പലതും ചേഞ്ച് ചെയ്യണം. ഉദാഹരണം പറയാം. ഇതെന്താണെങ്കിലും നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. അമേരിക്കൻ മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയാണ് 1960കളിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ബേസിക് സാധനം വരുന്നത്. മനസ്സിലായില്ല? അമേരിക്കൻ മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ വികസിപ്പിച്ചതാണ്. മനസ്സിലായില്ല? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വികസിപ്പിച്ചതാണ് ഇന്ന് നമ്മളുടെ കയ്യിൽ കിടക്കുന്ന മൊബൈൽ. എന്തിനാണ് അമേരിക്കൻ മിലിറ്റൻസി ലോകത്തേക്ക് കയറി വന്നത്? കൊല്ലാൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രക്തക്കറയാണ്. ഇതൊരിക്കലും നല്ലൊരു സാധനമല്ല. കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം അത്. പിന്നെ വികസിപ്പിച്ച് സാധാരണക്കാർ കൂടുതലാണ്. അടിസ്ഥാനപരമായി ഈ സാധനം ഉണ്ടാക്കിയത് കൊല്ലാൻ വേണ്ടിയാണ്. ഇത് കൊല്ലാണ്ടാക്കിയതാണ്. പലതും 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 പലതും. ഇപ്പോൾ കാർഗോ ഫാൻസില്ലേ, കാർഗോ ഫാൻസ് എന്ന് പറയും. പാൻറ്റിൽ ഇവിടെ ഒരു ഇത് എന്താ പറയുക, ഇവിടെ ഒരു കീശ, ഇവിടെ കീശ, ഇവിടെ കീശ, ഇവിടെ കീശ. അമേരിക്കൻ പട്ടാളക്കാർക്ക് യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ പാൻറ്റ്. അപ്പോൾ ആ പാൻറ്റിൽ രക്തമുണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അമേരിക്കൻ പട്ടാളക്കാർ ലോകത്തെ ഏറ്റവും അനീതി ചെയ്ത സമൂഹമാണ് അവർ. നാട്ടുകാരെ പരരാജ്യങ്ങളെ അന്യരാജ്യങ്ങളെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ തോക്കിൻ്റെ ഉണ്ട നിറക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കും അത്യാവശ്യമായ സാധനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്ത്? അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. മിനറൽ വാട്ടറിൻ്റെ കുപ്പി പുറത്തു പറയണ്ട. പഠിക്ക്. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണല്ലോ, പഠിക്കാലോ. പഠിക്ക്. മിനറൽ വാട്ടറിൻ്റെ കുപ്പി ലോക ചരിത്രത്തിൽ അതിൽ രക്തമുണ്ട്. അതുണ്ടാക്കിയത് അമേരിക്കൻ പട്ടാളത്തിൻ്റെ കൊല്ലാനും തല്ലാനും വേണ്ടി പോകുന്ന പട്ടാളത്തിന് ഇടക്കിടക്ക് ഒരു സിപ്പെങ്കിലും കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മിനറൽ വാട്ടറിൻ്റെ കുപ്പി. ഒക്കെ അസ്ലാതാണ്. അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ ഉണ്ടാക്കിയത്. ഈ സാധനത്തിൻ്റെ ഉപയോഗം നമ്മൾ അതിനൊരു ക്രമം പോലും ഇത് ഉപയോഗിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. ഇതിനൊരു ക്രമം പോലും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് ഇവിടെ തന്നെ തറയൊക്കെ നമ്മൾ ഇറങ്ങാന്നല്ലാതെ മേലൊക്കെ നമ്മൾ കയറൂല. അതുകൊണ്ട് ഇതിനെ ലിമിറ്റ് വെക്കുക. ഞാൻ ഈ ആഴ്ച എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഒരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ എൻ്റെ ക്ലാസ്സിൽ വരുന്നവർക്കൊരു ഹോംവർക്ക്? അവർ ഇഷ നിസ്കാരം കഴിഞ്ഞാൽ 7:14 ഇഷ വാങ്ങുക, 7:14 8 മണിയായാൽ മൊബൈൽ ഓഫാക്കുക, പിന്നെ സുബഹി കഴിഞ്ഞിട്ട് മൊബൈൽ ഓണാക്കാൻ പറ്റും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ള മൊബൈലുകൾ, പ്രത്യേകിച്ചും ഒരു മൊബൈലും വേണ്ട. വീട്ടിൽ വേണമെങ്കിൽ ഒരു സാധാരണ മൊബൈൽ വാങ്ങിയൊക്കെ, ചെറുത് നോക്കിയോൻ്റെ ഒക്കെ പഴയ മൊബൈൽ പോലത്തെ അതിൻ്റെ ഒരു സിമ്മ് കുടുംബക്കാർക്ക് മകളെ കെട്ടിച്ചോടത്തൊക്കെ കൊടുക്കുക. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ രാത്രി അതിൽ വിളിച്ചാൽ മതി. അത് സൈലൻ്റ് വെക്കണ്ട. പൊതു റൂമിൽ ബാപ്പയും ഉമ്മയും കിടക്കണോടത്ത് വെക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. അപ്പം നമുക്ക് ലിമിറ്റായി. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതാ സൂറത്ത്? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവരുടെ നഫ്സിൽ വന്നതിൽ ചേഞ്ച് വരുത്താതെ അള്ളാഹുവുമായി അവരെ ബന്ധത്തിൽ ചേഞ്ച് വരൂല. അവർ നന്മയിലേക്ക് മാറാതെ അള്ളാഹു അവരെ നന്മയിലേക്ക് മാറ്റൂല. അവർ തിന്മയിലേക്ക് പോയാൽ അല്ലാതെ തിന്മയിലേക്ക് അള്ളാഹുവിനെ തിരിച്ചുവിടൂല. തീർച്ചയായും അള്ളാഹു തആല ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ജനതയിലുള്ള
ഒരു ജനതയുടെ ദുസ്ഥിതിയെ അള്ളാഹു തആല മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരുടെ നഫ്സിൽ രൂഢമൂലമായ തിന്മകളെ അവർ ചേഞ്ചാക്കാതെ, അവർ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വരുത്താതെ അള്ളാഹു അവരുമായുള്ള ബന്ധത്തിൽ ഒരു വ്യത്യാസം വരുത്തൂല. ഒരേറ്റൊരു നല്ല ബന്ധം അള്ളാഹു ഉണ്ടാക്കണമെങ്കിൽ അവരുടെ നഫ്സിന്റെ നിലവാരത്തിൽ ഒരു ചേഞ്ച് വരുത്തണം. എത്ര മോനെ? 11. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ലഹു മുഅഖിബാത്തു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. അവിടെ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ജനത്തിനും അല്ലാഹു ചേഞ്ച് വരുത്തൂല. അതായത് അവരോടൊരു നല്ല ഇടപെടൽ അല്ലാഹു വരുത്തൂല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരുടെ നഫ്സിൽ എത്തിപ്പെട്ട കാര്യത്തിൽ അവർ ചേഞ്ച് വരുത്താതെ. അപ്പം നമ്മൾ ഇന്നു മുതൽ തീരുമാനിക്കുക, എന്ത് ഇശ നിസ്കാരം കഴിയും, ഇശ നിസ്കാരം 7:45 കഴിഞ്ഞു, പിന്നെ ഒരു 1/4 മണിക്കൂർ ആരെങ്കിലും വല്ല ഫോൺ ചെയ്ത് മിസ് കോൾ ഉണ്ടെങ്കിൽ അതിനൊന്ന് തിരിച്ചു വിളിച്ചു കഴിഞ്ഞു. അത്യാവശ്യമാണെങ്കിൽ നീ അത് തിരിച്ചു വിളിക്കണ്ട, നാളെ വിളിക്കാം. അത്യാവശ്യം ഒരാൾ വാട്സപ്പിൽ എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി കഴിഞ്ഞു. ഇനിയില്ല, മൊബൈൽ ഓഫ് ചെയ്തു, പവർ ഓഫ് ചെയ്തു, ഇനി ഇത് തുറക്കൂല. എപ്പോഴല്ലാതെ സുബൈന്റെ ഔറാദ് കഴിഞ്ഞിട്ട്, സുബൈയുടെ ഔറാദ് കഴിഞ്ഞിട്ട്, സുബൈക്ക് ഒരു ഔറാദ് വേണല്ലോ, ഖുർആനോ തക ദിക്റാകെ എന്തൊരു ഔറാദ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അതിൻ്റെ ഇടയിലോ നഷ്ടം വന്നോട്ടെ, നഷ്ടം വരൂല, ഒരു നഷ്ടം വരൂല, ഒരു നഷ്ടം വരാനില്ല, നഷ്ടം വരൂല. അതെ, അതിന് പൊതുവായ ഒരു നമ്പർ ഉള്ളത് കൊടുക്കുക. ഞങ്ങളോട് ഓഫാക്കണമെന്ന് പറയണത് എന്തിനാണെന്നറിയോ? ഓഫാക്കിയിട്ടില്ലെങ്കിൽ 4 ദിവസമേ സ്വഭാവം നിൽക്കുള്ളൂ, 5-ാം ദിവസം പിന്നെയും നമ്മൾ കൊത്തൽ തുടങ്ങും. അതിന് നഷ്ടം വരൂല. ഇനിയിപ്പോൾ അയൽവാസി മരിച്ചത് നമ്മൾ അറിഞ്ഞില്ല, ഏതായാലും അവനെ സുബൈന്റെ മുമ്പ് കുഴിച്ചിടൂല. ഞങ്ങൾ കുഴിച്ചിട്ടാലോ കബറിങ്ങ പോയി നിസ്കരിച്ചാള്. എല്ലാ മയ്യത്തിനും എല്ലാവരും പങ്കെടുത്തില്ല. ഇപ്പൊ എന്റെ സ്വാഭികൾക്കറിയാം അങ്ങനെയല്ല. ഞങ്ങൾ മയ്യത്ത് പങ്കെടുക്കാൻ വേണ്ടി പറയല്ല, പങ്കെടുക്കാൻ വേണ്ടി പറയുമല്ല, അതൊക്കെ ഒരു സാധാരണ ആറ്റിയാണ്. അയൽവാസി മരിച്ചോട്ടെ, ഓനേതായാലും എവിടെ കുഞ്ഞ് പോകൂല, ഓൻ ഞാൻ അമേരിക്കയിൽ പോകൂല, ഓന്റെ കബറിങ്ങ സ്കെച്ച, ഓന്റെ മയ്യത്തിനടുത്ത് സ്കെച്ച മാതിരി തന്നെ. സുബൈ കഴിഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? എന്തല്ല അറിയാത്തോണ്ട് നമുക്ക് അല്ലക്ക് ഉറക്കം കിട്ടി. മറ്റേ അയൽവാസി 40 വയസ്സായ അയൽവാസി അവിടെ മരിച്ചു, പെട്ടതാണ് നെട്ടിച്ചാടിയാട് മരിച്ചു. പിന്നെ അത് നമ്മൾ കണ്ടു വന്നു. ഓൻ മരിച്ച എത്ര? ഓൻ മറ്റേ 6, 7 മണി, 8 മണി, 10 മണി മരിച്ചു. നമ്മൾ കിടന്നിട്ട് ആ വിവരം കിട്ടി. അപ്പം നമ്മൾ പെണ്ണുങ്ങൾ പോയി, പിന്നെ യാസീനോട് അവിടെ പോയി തിരിച്ചിറങ്ങും. പിന്നെ പെണ്ണുങ്ങൾ പറയൽ തുടങ്ങി, പഠിച്ചോനെ ഭാര്യക്കാർ മരിക്കുകയാണ്. അള്ളാഹു തആല ഞങ്ങൾക്ക് ദീർഘായുസ്സ് തരട്ടെ. അതിൻ്റെ മേനെന്താ നിങ്ങളും മരിച്ചോ? നിങ്ങൾക്ക് പേടിയാണ്. അവളെ BP കൂടി, ഞമ്മക്കും ബേജാറാ. എൻ്റെ പൊന്നല്ലേ ഇജ്ജ് ബേജാറാണ്ട, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും മരിച്ചില്ല ഇൻഷാ അല്ലാഹ്. എൻ്റെ വലിയപ്പാക്ക് 75 വയസ്സുണ്ടായിരുന്നു, എൻ്റെ വാപ്പാക്ക് 90 വയസ്സുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇജ്ജ് ബേജാറാണ്ട. എന്നാലും ഒരു ഉറക്കം കിട്ടിയില്ല. രണ്ടാളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കടന്നു 2 മണി വരെ. അന്നത്തെ തഹജ്ജുദ് പോയി, ഒക്കെ പോയി. എന്തേ? ഈ മരിപ്പറിഞ്ഞുകൊണ്ട്. മറ്റേ നാട്ടുകാർക്കൊക്കെ വിവരം കിട്ടി, മെമ്മാലിയാക്കാൻ്റെ അവിടെ ഫോൺ ഓഫാക്കും 8 മണിയായ. എന്നാ ഞാൻ മൂപ്പരോടെ പോയി പറയും, എന്നാ വന്നു അറിഞ്ഞോളൂ, എന്നാ ഈ നേരം വെളുത്തിട്ട് അറിഞ്ഞോളൂ. ഉണ്ടണ്ട 90% ആ നേരത്ത് വരൂല, നമുക്ക് നല്ലൊരു കടന്നുറങ്ങും ചെയ്യാം. അല്ല അതിലിപ്പോൾ എന്താ കാര്യമുള്ളത്? ഒരാൾ മരിച്ച് നമ്മൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? അല്ലാഹു ഗഫൂറുല്ലഹു എന്ന് പറയല്ലേ. ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറിയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ കയറുക. അപ്പം അവിടെ പള്ളിൻ്റെ മുന്നിൽ വണ്ടികൾ കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി ആരും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ ദ്വായിരുന്നു, അല്ലാഹു ഗഫൂറുല്ലഹു, അല്ലാഹു ഗഫൂറുല്ലഹു, അല്ലാഹു ഗഫൂറുല്ലഹു, അല്ലാഹു ഗഫൂറുല്ലഹു. ആ വളവ് ഇങ്ങനെ തിരിഞ്ഞ് കയറ്റം കയറിയപ്പോൾ ഞങ്ങൾ ഈ ആരും ആവാം, ആരോ ആയിക്കോട്ടെ, ഇനി അയാൾ മരിച്ചാൽ ആരാണ് നമ്മൾ അറിഞ്ഞേണ്ടതില്ല. അബുദല്ലേ, അള്ളാഹിന്റെ അബുദിനെ അൽഹംദുലില്ലാഹ്, അത് മതിയല്ലോ അള്ളാഹ്ക്ക്. ഓ മനസ്സറിഞ്ഞാണ് അത് പറഞ്ഞത്. എന്ത് അല്ലാഹു ഗഫൂറുല്ലഹു, ആരാണെങ്കിൽ പുറത്തു കൊടുക്കുക റബ്ബേ, മതിയല്ലോ, പോരെ, അത് പോരെ. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? അതിന്റെ പേരില്ല, നമുക്ക് ചേഞ്ച് ആകാൻ കഴിയില്ല. ചേഞ്ച് ആകണമെങ്കിൽ ഇന്നല്ലാഹ
ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. മകളെ കെട്ടിച്ചെടുത്ത അമ്മൂശാക്ക മരിച്ചു, ആയിക്കോട്ടെ, ഒന്ന് രണ്ടു ഒറ്റൊക്കെ കുത്തി പറയും, നിങ്ങളെ പിന്നെ വിളിച്ചാൽ കിട്ടൂലല്ലോ, ഞങ്ങൾ ഇനി എന്താണെങ്കിലും 8 മണിക്ക് ഓഫാക്കും. അതിപ്പോൾ നിങ്ങൾ മരിക്കുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയൊന്നുമില്ല. ഇനി അയിമ 4 രണ്ടാഴ്ച പോലെ ഇടക്കിടക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, ചിലർ പറയാൻ അവസരം ഉണ്ടാക്കും, അതിന് നിങ്ങൾ ബേജാറാണ്ടാണ്. അതിപ്പോൾ എന്താണെങ്കിൽ പറയേണ്ടവരും എന്താണ്, അല്ലെങ്കിൽ പിന്നെ പറയാ കുഞ്ഞാളെ പാപ്പിയമ്മി നേരത്തെ ഉറങ്ങണവരാണ്, അയച്ചങ്ങൾ നല്ല മനുഷ്യന്മാരെ, അയച്ചങ്ങൾ എണീറ്റ് തഹജ്ജുദ് അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നിങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ദുആർന്നാൽ അതിൽ നിങ്ങളെ മരിച്ച അയൽവാസി പെടുവല്ലേ, മതിയല്ലോ. ഫാത്തിമ ബീവി മരിച്ചിട്ട് സ്വഹാബികൾ മുഴുവൻ അറിഞ്ഞിട്ടില്ല, നേരം വിളിച്ചിട്ട് അറിഞ്ഞു, രാത്രി തന്നെ മറവ് ചെയ്തു, മൊബൈലുണ്ടായിരുന്നു. മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തവരുണ്ട്, പങ്കെടുത്തേക്കാത്തവർ നല്ലോണം ഉണ്ട്. അത് രാത്രി തന്നെ വസിയത്തുണ്ടായിരുന്നു, രാത്രി തന്നെ മറവ് ചെയ്യണം, രാത്രി തന്നെ മറവ് ചെയ്തു. ബാക്കിയുള്ളവർ കബറിൽ നിസ്കരിച്ചു, എന്ത് പ്രശ്നമുള്ളത്? അതൊക്കെ പറഞ്ഞ് നമ്മൾ പോയാൽ നമുക്ക് ചേഞ്ച് വരില്ല. ഈ സാധനം മാന്തരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, മാന്തും. അപ്പം ഒരു ലിമിറ്റും ഒക്കെ എന്ത്, രാവിലെ സുബഹി നിസ്കരിച്ചൊരു 6:30 അല്ലെങ്കിൽ 6, നിങ്ങളുടെ സൗകര്യം, 6 മണി മുതൽ രാത്രി 8 മണി വരെ മാത്രമേ മൂപ്പര മൊബൈല് വർക്ക് ചെയ്യൂ, പിന്നെ ഓഫാക്കും. അതിൻ്റെ ഇടയിലുള്ള കച്ചവടം മതി, കച്ചവടം പോകുന്നില്ല. ഇപ്പം ബന്ദിന് കച്ചവടം പോകുന്നുണ്ടോ? ഇന്നിപ്പം എത്രാം തീയതി? 31-ാം തീയതി ബന്ധാണെന്ന് സങ്കല്പിക്ക്, കച്ചവടക്കാർക്ക് കച്ചവടം മുട്ടൂലല്ലോ. ആ സാധനം കൂടി എന്ന് വാങ്ങും? 30-ാം തീയതി വാങ്ങും. 30-ാം തീയതി കച്ചവടക്കാർക്ക് നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല. 31-ാം തീയതി എണ്ണിട്ട് കുളിക്കണ നേരത്തെ പെണ്ണുങ്ങളോട് എന്തായിരിക്കും പറയാന്നറിയോ? ഇന്നലെ അങ്ങോട്ട് കസ്റ്റമർ വന്നിട്ട് ഞാനത് കുടുങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര ചെറിയ സ്ഥലമല്ല, അതിനങ്ങോട്ട് മൂടിട്ട് നേരങ്ങി കുടുങ്ങി, ഇവിടേക്ക് ഒന്ന് ശരിക്കൊന്ന് ഒഴിഞ്ഞോണ്ട, അല്ല ഒഴിഞ്ഞിട്ടൊന്ന് കുളിക്കാം, കച്ചവടം പോകില്ല. പോകുമോ? പറയട ചങ്ങായി, കച്ചവടം പോകുമോ? ഇല്ല, കച്ചവടം പോകില്ല. കോഴിമുട്ട വാങ്ങാൻ നേരം വൈകി. അപ്പോൾ പെണ്ണുങ്ങൾ പറയും 2 മുട്ടയല്ലേ, നാളെ 4 മുട്ട എന്താണ്, നാളെ പീടി ഉറക്കുമല്ലോ, നാളെ രാവിലെ 2 മുട്ടി വൈകുന്നേരം 2 മുട്ടി തിന്നാൾ, എന്നാലും കുഴപ്പമൊന്നും വരില്ല, ഒരു നഷ്ടവും വരില്ല. 8 മണി മുതൽ രാവിലെ 6 മണി വരെ മൊബൈൽ ഓഫാക്കിയാൽ എൻ്റെ കലാം ആരോട് മാത്രം? അല്ലാഹ് കാനയ. നിങ്ങൾ ഈ ന്യായമൊക്കെ പറയണ്ടല്ലോ, നിങ്ങൾക്കൊരു ഹദീസ് ഞാൻ ഓതിത്തരാം. കാന യക്റഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കലാമ ബഅദൽ ഇശാഇ, ഇശാഇന് ശേഷം സംസാരിക്കുന്നത് മുസ്തഫ നബിക്ക് വെറുപ്പാണ്. പിന്നെ എന്തതിനൊക്കെ മേന, പിന്നെ നമ്മൾ നീളം കുപ്പായിട്ടിട്ട് എന്താ കാര്യം? ഇൽമില്ലല്ലാതെ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഭാര്യയോടൊരു സല്ലാപ സംസാരം പറ്റും, അത്രേ പറ്റൂ. കാന യക്റഹുൽ കലാമ ബഅദൽ ഇശാഇ, ഇശ നിസ്കരിച്ചിട്ട് ഇശ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കുക, പിന്നെ വർത്തമാനം പറയൽ റസൂലുള്ളാഹിക്ക് വെറുപ്പ. യക്റഹു യക്റഹു വെറുപ്പ, റസൂലുള്ളാഹിക്ക് വെറുപ്പ. റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ള ഒരുത്തൻ നന്നാവും, ഓനെ പടച്ചോൻ ഇഷ്ടപ്പെടും. അത് പറയാനോ, നബിക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ നബിക്കോനോട് വെറുപ്പാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ റബ്ബായതുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുക. അല്ല എന്ത് പറയാ, ഇനി നബിക്ക് വെറുപ്പാ, പക്ഷെ നബിനെ പോലെയല്ലല്ലോ ഞാൻ. അറിയോ ബന്ധപ്പെട്ടവരെ, മനസ്സിലായില്ല? നബിക്ക് ഇയാളോട് വെറുപ്പാണ്. അപ്പൊ ഇയാളുടെ പുരോഗതി തടസ്സപ്പെടുത്തിയത് ആ മൊബൈലാണ്. മൊബൈൽ ഒരു ഉദാഹരണം. അത് നാട്ടിൽ 4 ആഴ്ച കൊണ്ട് അറിയും, 2 ആഴ്ച ബുദ്ധിമുട്ടുണ്ടാവും, 4 ആഴ്ച കൊണ്ട് അറിയും. പിന്നെ ഒരു പെണ്ണുങ്ങൾ മാപ്പിള നേരത്തെ തന്നെ ഉറങ്ങും, പിന്നെ അവരെ വിളിച്ചാൽ കിട്ടും. ആ വേണ്ട, നേരെ നമുക്ക് പറഞ്ഞോട്ടെ, മതി, ഇന്ത്യ എത്ര പോരെ, അതിന് വരെ കച്ചവടം മതി. 8 മണി 7:14 എത്ര ഇശാ ബാങ്ക്? 17 ആയിക്കോട്ടെ, 17 7:17 8 മണി 7:45 കഴിയോലോ. എന്ത് ജമാഅത്തും കഴിഞ്ഞല്ലോ, ഇനി എന്ത് മതി? പിന്നീണ്ടല്ലോ 15 മിനിറ്റ്, ഓഫായിക്കളാം. ഇത് ക്ലാസ്സിൽ വരുന്നവരൊക്കെ നടപ്പിലാക്കുക. അവർ ചേഞ്ച് ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് പിന്നെ നഷ്ടം വന്നോട്ടെ, ഒരു നഷ്ടം വരാനില്ല, ഒന്നുമില്ല. പിന്നെയോ അപ്പൊ നമുക്ക് ലേശം നേരം കിട്ടും. ആ നേരം ഖുർആൻ ഓതാം, കുറച്ച് നേരം കിട്ടി. അപ്പൊ റൂമിൽ തന്നെ ഇരുന്ന് കുറച്ചൊരു എക്സസൈസ് ചെയ്ത് വ്യായാമം, നല്ലൊരു വ്യായാമം ചെയ്തു, നല്ല കാര്യം.
ഇത് തോണ്ടിയിട്ട് നേരല്ല, തോണ്ടി കഴിഞ്ഞിട്ട് കിടന്നു എന്നുകൊണ്ടാ. കുറച്ച് വ്യായാമം ചെയ്തതാണ് ഞങ്ങൾ. ഒരു അരമണിക്കൂർ വ്യായാമത്തിനെടുത്തു. രാവിലെ ഓഫീസ് പോകുന്ന തിരക്കായതുകൊണ്ട് വ്യായാമത്തിന് കഴിയില്ല. ആയിക്കോട്ടെ, ഒന്നും തെറ്റല്ല, ഒക്കെ നല്ല കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹ് ഒരു മനുഷ്യനെ സമ്പത്തിനേക്കാളും ഒരു മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യന് സമ്പത്തല്ല വേണ്ടത്, പറ, ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. സമ്പത്തിനേക്കാളും ഒരു മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. രാത്രി 8 മണി 8:30 വരെ വ്യായാമം ചെയ്തോ, പിന്നെ ഒരു 10 ഖുർആൻ ഓതിക്കോ, പിന്നെ കിടന്നോ. സുബൈക്ക് 3 മണിക്ക് എണീറ്റാ ഉറക്കം അവസാനിച്ച് 9 മണിക്ക് കിടന്നൊരു മനുഷ്യൻ 3 മണിയായ എന്ത് കഴിഞ്ഞു? ഉറക്കം കഴിഞ്ഞു. ഇനി സുബൈന് ബാങ്ക് കൊടുക്കാൻ എത്ര ഉണ്ട്? 2 മണിക്കൂറല്ലേ? ഈ 2 മണിക്കൂർ തഹജ്ജുദ് നിസ്കരിക്കുക. എത്ര ജുസ് ഖുർആനോടാ? 1 ജുസ് ഓതിക്കോ. നടക്കൂലേ? നടക്കൂലേ? നടക്കും. അപ്പൊ നിനക്ക് അതിരാവിലെ ബന്ധമായി ആരോട്? അല്ലാഹ്. ഇതിനൊരു വ്യാഖ്യാനമുണ്ട്, അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. ഇതിനൊരു വ്യാഖ്യാനമുണ്ട്. സുബൈൻ്റെ മുമ്പുള്ള ഖുർആനത്തിന് ഞാൻ അടുത്ത ക്ലാസ്സിൽ വ്യാഖ്യാനം പറഞ്ഞുതരാം. ഞാൻ മറന്നങ്ങൾ ഓർമ്മപ്പെടുത്തണം. സുബൈൻ്റെ മുമ്പുള്ള ഖുർആനോത്ത് ഭയങ്കര, അതിൻ്റെ വ്യാഖ്യാനം ഞാൻ എല്ലാവരും സുബൈൻ്റെ മുമ്പ് ഖുർആനോത്തണം. അപ്പം നമ്മൾ ചേഞ്ച് ആവും. ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. പിന്നെ അത് നമ്മൾ നഷ്ടപ്പെടുത്തൂല. പിന്നെ ഒരുത്തനെ പറ്റി ഗീബത്ത് പറയുമ്പോൾ നമ്മളവിടെ ഇരിക്കൂല. പിന്നെ ഒരുത്തൻ്റെ വഴി നമ്മൾ മുടക്കൂല. വിറ്റോട്ട ചങ്ങായി, നമ്മക്കേതാണ് കയ്യിൽ പൈസ ഇല്ലല്ലോ. ഓൻ്റെ മകളെ കെട്ടിച്ചോടെ, നമ്മളെ മകൾക്ക് കല്യാണം ഇല്ലെങ്കിലും ഓൻ്റെ മകനെ പെണ്ണിട്ടിക്കോട്ടെ. ചിന്തിക്ക്. ഉള്ളതും ഇല്ലാത്തതുമായ നുണ പറഞ്ഞ് കല്യാണം മുടക്കൽ കാരണമായിട്ട് ഭാര്യക്കാർക്ക് പെണ്ണിട്ടല്ല, പെണ്ണുങ്ങൾക്ക് കല്യാണത്തിനും താല്പര്യമില്ല. ഒക്കെ ഞാൻ പിന്നീട് പറയാം. പെണ്ണുങ്ങൾക്ക് കല്യാണത്തിന് താല്പര്യമില്ല, പെണ്ണുങ്ങൾക്ക് കല്യാണത്തിനും താല്പര്യമില്ല. പിന്നെ ബാക്കിയുള്ളത് നാട്ടിൽ ഓരോ പള്ളിൻ്റെ കൊലയും ഇരിക്കണ ഒരു കല്യാണം മുടക്കുകയും ചെയ്യും. അൽഹംദുലില്ലാഹ് ഓലുണ്ടായതുകൊണ്ട് ഏതായാലും എന്തുണ്ടാവില്ല, കല്യാണം ചോന്നും വല്ലാതെ തിന്നിട്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടി എന്നുള്ള പേടി ഉണ്ടാവില്ല. നമ്മളെ പള്ളിൻ്റെ ചെരുവിലൊക്കെ ഇരിക്കണ കുറച്ച് മനുഷ്യന്മാരുണ്ടായത് കൊണ്ട് ഇൻഷാ അല്ലാഹ് കല്യാണമൊക്കെ ഭംഗിയായിട്ട് ഒരു മുടക്കിത്തരും. അതൊക്കെ ഓൽക്കുള്ള കറാമത്താണ്. പുറത്തു പറയണ്ട. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അടുത്ത ആഴ്ച അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊന്നും ഈ ക്ലാസ്സിന് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ പള്ളിക്കമ്മറ്റിക്കാരും 5 വക്ത് നിസ്കാരത്തിന് പായുന്നവരും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരില്ല. നമ്മളെ ചീത്ത ഒഴിവാക്കണം. ചീത്ത ഒഴിവാക്കാതെ നന്മ ചെയ്തിട്ട് അതും കൂടി കഴിയും. നമ്മളെ കയ്യിൽ, നമ്മളെ ശരീരത്തിൽ ആകെ ഉള്ളത് മൂത്രം. അപ്പോഴാണ് ഒരുത്തൻ ഒരു അത്തറ് പൂസാൻ പൂസോ പൂസുവോ എന്താ അവനോട് പറയാം, ഞാൻ കുളിച്ചെടുത്ത് പറയങ്ങായി ആണോ അല്ലേ? എന്നാ ഈ തീട്ടയുടെ ഒഴിവാക്കണം. ഈ ഗീബത്ത്, നമീമത്ത്, തോന്നിയാസം, ഇതൊക്കെ ഒഴിവാക്കാം. അതിന് ആദ്യം ഇതിന് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവർ സ്വയം ചേഞ്ച് ആകാതെ അള്ളാഹു അവരുമായുള്ള ബന്ധത്തിൽ ഒരു ചേഞ്ച് വരുത്തൂല. ഏതാ സൂറത്ത്? എത്രാമത്തെ ആയത്താ പറഞ്ഞത്? 11. അള്ളാഹു തആല നാഫിഅ ഇൽമിനെ തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്. ബാക്കി അടുത്ത ക്ലാസ്. ഈ നമ്മുടെ റേഞ്ച് ഉയരാൻ വേണ്ടിയിട്ടാണ് സുബഹിൻ്റെ മുമ്പ് ഖുർആൻ ഓതേണ്ടത്. അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. റേഞ്ച് പൊങ്ങും, അട്ട് കയറും. സുബഹിൻ്റെ മുമ്പ് ഖുർആൻ ഓതിയാൽ റേഞ്ച് അടിച്ച് കയറും, റേഞ്ച് എടുക്കും. അതിനാദ്യം ഇത് ഒഴിവാക്കണം. ഇതാണ് ഒഴിവാക്കിയ ഒരു പ്രശ്നമല്ല. ഇനി ഒന്നും കാണാനുമില്ല, ഒന്നും അറിയാനും, കുത്തിത്തിരിപ്പില്ല. മിക്കവാറും കുത്തിത്തിരിപ്പൊക്കെ എഴുതുന്നത് 8 മണിക്ക് ശേഷമാണ്. എല്ലാ കുത്തിത്തിരിപ്പും കോൺഗ്രസിനെതിരെയും ലീഗിനെതിരെയും സമസ്തക്കെതിരെയും മറ്റേ തങ്ങൾക്കെതിരെയും ഈ തങ്ങൾക്കെതിരെയും 2 കൂട്ടരും, ബഹുമാനപ്പെട്ട 2 കൂട്ടരും, ഈ ബഹുമാനപ്പെട്ട 2 കൂട്ടരും കുത്തിത്തിരിപ്പ് എഴുതി വിടുന്ന നേരേതാ ശേഷം. അതുകൊണ്ടപ്പം നാട്ടിൽ ഇപ്പോൾ തെന്നമ്പസ് അതുണ്ടായത്. അത് നിർത്തി, അത് നിർത്തുക. ഇത് കിട്ടുന്നത് ഇങ്ങനെ ഒന്നും വേണ്ട, അത് ഓഫാക്കി. പിന്നെ വല്ലാതെ നേരം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു കാര്യം ക്ലാസ്സിൽ പറഞ്ഞു നടപ്പിലാക്കാൻ തയ്യാറുള്ളവർക്ക് കൈപ്പൊക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വീട്ടിൽ ചെറിയ മൊബൈൽ വാങ്ങി വെക്കുക. എന്തെങ്കിലും അത്യാവശ്യക്കാർക്ക് അയൽവാസിക്കും കൊടുക്കുക, കുടുംബക്കാർക്കും കൊടുക്കുക. അത്യാവശ്യത്തിന് അള്ളാഹു തആല ഇഷ്ടപ്പെട്ടവരിൽ നമ്മളെ ചേർത്ത് തരട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ചേഞ്ചാകാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. യഥാർത്ഥ നിസ്കാരക്കാർ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ.
അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. بين കൊടുക്ക് صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط
إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين بسم الله الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام قل اللهم مالك الملك تؤتي الملك من تشاء